പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നുള്ളതേ സ്തുതിക്കതേ പരരേ തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാമെന്നന്തരംഗമേ. അനുദിനവും നന്ദിയോടെ പാടിപ്പോകട്ടാം. സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ വീണ്ടും ദൈവമക്കൾക്ക് ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ തുടർമാനമായ വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വോയിസ് ലോ ആണെങ്കിൽ എന്നോട് പറയണം. എങ്ങനെ പാസ്റ്റർ എൻ്റെ വോയിസ് കേൾക്കാം? സുമിത്, ഹൗ ഈസ് മൈ വോയിസ്? Your voice is coming good. It's becoming good. It is coming good. It's coming good. Okay, thank you. Thank you very much. So, as I told you last week, the things that we are discussing in these lessons, they actually have got nothing literally to do with our lives. നമ്മുടെ ജീവിതമായിട്ട്, നമ്മുടെ ആത്മീയ ജീവിതമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഐഹിക ജീവിതമായിട്ടോ നമ്മുടെ ഇറ്റേണിറ്റിയുമായിട്ടോ യാതൊരു ബന്ധമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം, then why should we study it? We had better study something else than sort of using or wasting all our time on things that have got nothing to do with us. നമ്മളുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത കാര്യം പഠിക്കാൻ എന്തിനാണ് നമ്മൾ ഇത്ര സമയം ചെലവഴിക്കുന്നത്? അതാണ് റൈറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം നമ്മളുമായിട്ട് ഇതിന് ബന്ധം ഉണ്ടാകുന്നുള്ളതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞു നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഭയെ ചേർത്ത ശേഷം ഭൂമി നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ പഠിക്കേണ്ട അനിവാര്യത. വാട്ട് ഈസ് ദ ഇന്നവിറ്റബിലിറ്റി? വൈ വി ഷുഡ് ബി ലേണിംഗ് ഇറ്റ്? ബിക്കോസ് it has been given in such a way that every surface reader of the book of Revelation can be easily tempted into thinking that the church could be on earth during the time and the church could be protected through the Great Tribulation. കാരണം ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്ത്, അതായത് ഈ ട്രിബുലേഷൻ സമയത്ത് ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണ പദ്ധതി അതിനകത്ത് കാണാൻ കഴിയും. God's great plan or careful plan of protection. I should rather say preserving than protection. ഈ പ്രിസർവിങ്, ദൈവത്തിൻ്റെ ഒരു പ്രിസർവിങ് നമുക്ക് ആ ടൈം കാണാൻ കഴിയും. അപ്പോൾ because there is a special hand of preserving during the tribulation, many Christians are tempted to thinking or likely to think that we are the people and hence we don't have to worry about a tribulation period or the advent of an antichrist. ഒരു എതിർ ക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷനെ പറ്റിയോ നമ്മൾ വറിയിടേണ്ട ആവശ്യമില്ല. കാരണം നമ്മളവിടെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. We will be protected here. Our blessed Lord will be able to safeguard and protect us throughout the Great Tribulation. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോയാൽ we happen to be in a very, very dangerous situation. We will fall into a very, very dangerous situation. What is that very, very dangerous situation? Because then we think that we are cut up for the tribulation also. ട്രിബുലേഷൻ പീരീഡിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്.
എന്ന ധാരണയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് രഹസ്യത്തിൽ വരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എതിരേൽക്കാൻ ഒരുങ്ങുന്നതിന് പകരം എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കർത്താവിനെ പറ്റി ചിന്തിച്ചു പോകും. അവിടെ നമ്മുടെ ഫോക്കസ് പറ്റൻഷൻ മാറി. അവിടെയാണ് വിരുദ്ധ തെറ്റിപ്പോകുന്നത്. കൊലോസ്യർ പൗലോസ് പറയുന്നത്, ലുക്ക്, ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. യു ഷുഡ് നോട്ട് ബി ഡീഫോക്കസ്ഡ് ഫ്രം വെയർ യു ആർ ഫോക്കസ്ഡ് നൗ. നിങ്ങളിപ്പോൾ എവിടെയാണ് ഫോക്കസ്ഡ് ആയിരിക്കുന്നത്, അവിടുന്ന് ഫോക്കസ് മാറരുത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വാർണിംഗ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ്, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വശീകരിക്കരുത്. You should not be tempted by varieties of unverified doctrines. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വഴിതെറ്റിച്ച് കളയരുത്. So that's a very, very serious thing, because in the, I should say, unlikely event, that's what I want to say, in the unlikely event of we missing the trumpet call, എന്തെങ്കിലും കാരണവശാൽ കാഹളം നമ്മൾ കേൾക്കാതെ വന്നെങ്കിലോ, അത് നമ്മുടെ പ്രൈമറി കൺസേൺ ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി അവർ വെരി, വെരി, വെരി പ്രൈമറി കൺസേൺ. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്, നൗ വി ആർ കമ്മിങ് ടു ദി ഹോഴ്സസ് ഇൻ ദി ബുക്ക് ഓഫ് റെവലേഷൻ. ഈ ഹോഴ്സസ് ഇൻ ദി ബുക്ക് ഓഫ് റെവലേഷൻ എന്നുള്ളത് നല്ലതുപോലെ ആശയക്കുഴപ്പത്തിലാക്കാവുന്നൊരു കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, God is not a God of confusions. Make it clear. God is not a God of confusions. But secondly, God has his own varieties. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. But when it comes to the question of putting himself across his children, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കുക, അല്ല തൻ്റെ പദ്ധതികളെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുമ്പം, God tries to be as simple as it could be, as clear as it could be, and as near as it could be. എത്ര ലളിതമായിട്ട്, എത്ര വ്യക്തമായിട്ട്, നമ്മളോട് എത്ര അടുത്ത് വന്ന് അത് കഴിയും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൺസേൺ. When God wanted to manifest himself to human beings, മനുഷ്യന് തന്നെ വെളിപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചപ്പോൾ, God manifested in human flesh, in the human form. He walked on earth as a simple, humble human being. That's how he manifested himself. He didn't come to the earth in the fullness of the appearance of his divinity so that man could be scared. No, that's not how he came, in the simplicity of a human being. അപ്പോൾ ഈ സിംപ്ലിസിറ്റി എന്ന വിഷയം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മളെ ഗൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സോ സിമ്പിൾ. മൈ ഹെവൻലി ഫാദർ ഹാസ് ഗിവൺ ഇറ്റ് ടു മീ, ആൻഡ് ഹിസ് പർപ്പസ് ഈസ് ടു മേക്ക് മീ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദെയർ ബിഹൈൻഡ് ടു സപ്പോർട്ട് മീ, to support more. The Holy Spirit is with me. So with his help, I can understand everything. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. And the second thing of serious concern is, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്, ഇറ്റ്സ് നോട്ട് an island. അത് 65 പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു പുസ്തകമല്ല, അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്. And for every little thing that you see in the book of Revelation, you should be able to see it in the other books. If it is not connected to the other book, then it has no relevance. If it is not connected to the other books, then it has no relevance. നമ്മൾ ഈ 4 കുതിരകൾ എന്ന വിഷയം പഠിക്കാനാണ് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈസ് ഇറ്റ് സംതിങ് യുണീക്ക് or something new or something something different from the rest of the Holy Bible. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായ, അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന, വെളിപ്പാട് പുസ്തകത്തിലേക്ക് പുതിയതായിട്ട് വന്ന
എന്തോ കാര്യങ്ങളാണോ ഇത്? അല്ലെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ദാറ്റ്സ് എ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ നമ്മൾ 3 പ്രധാന റെഫറൻസിലേക്ക് പോകണം പുറകിലോട്ട്. ആ റെഫറൻസിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. അതിൽ ഒന്നാമത്തെ റെഫറൻസ് നമ്മുടെ യെഹെസ്കേൽ പ്രവചനത്തിലാണ്. യെഹെസ്കേൽ പ്രവചനത്തിലെ റെഫറൻസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് 4 ജീവികൾ, അവയുടെ അപ്പിയറൻസ്, ദ സെറ്റപ്പ് ഓഫ് ഹെവൻ, ഹോളി സ്പിരിറ്റ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. I'm not going to repeat it. I don't have to go back to it anyway, because they are as clear as that. ഇനി നമ്മൾ 2 ബാക്ക്വേർഡ് റെഫറൻസിലേക്ക് പോകും. 2 ബാക്ക്വേർഡ് റെഫറൻസ് പോയ ശേഷം നമ്മൾ നമ്മുടെ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിലേക്ക് വരാൻ പോവാം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു 2 ബാക്ക്വേർഡ് റെഫറൻസ്. ആ 2 ബാക്ക്വേർഡ് റെഫറൻസിൽ ആദ്യം നമ്മൾ എടുക്കുന്ന ബാക്ക്വേർഡ് റെഫറൻസ് ആദ്യം നമ്മൾ എടുക്കുന്ന ബാക്ക്വേർഡ് റെഫറൻസ് സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായവും, രണ്ടാമത് എടുക്കുന്ന സഖറിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് 3 ബാക്ക്വേർഡ് റെഫറൻസ് കിട്ടി. 1 യെഹെസ്കേൽ, 2 സഖറിയ 1, 3 സഖറിയ 6. ഈ 2 നമുക്ക് വളരെ ഗൗരവമായ ബാക്ക് സൈഡ് റെഫറൻസ് ആണ്. ഇനി നമുക്ക് ദാനിയേലിലുണ്ട് കുറെ കൂടെ ഡീറ്റെയിൽഡ് സ്പെസിഫിക് ആയിട്ട്. ദാനിയേലോട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അവിടെ വരെ വന്നിട്ടില്ല, കേട്ടോ, ശ്രദ്ധിച്ചോണേ. നമുക്ക് സഖറിയാവിലേക്ക് ആദ്യം വരാം. സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8 മുതൽ വാക്യങ്ങളിൽ, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കുഴന്തുകളുടെ ഇടയിൽ നിന്നു. അവൻ്റെ പിമ്പിൽ ചുവപ്പും കരാൽ നിറവും വെണ്മയും ഉള്ള കുതിരകൾ ഉണ്ടായിരുന്നു. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചു. എന്നോട് സംസാരിച്ച ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു, സർവ്വഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നു കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. സോ അവിടെയാണ് നമ്മുടെ സെക്കൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആരംഭിക്കുന്നത്. In the first understanding, they are in heaven and they are in close contact with God. They listen to God, they communicate information to God, and they carry the chariot throne of God. ദൈവത്തിൻ്റെ സിംഹാസനങ്ങളെ അവൻ നയിക്കുന്നു. ഇതൊക്കെയുള്ള ജീവികളായിട്ട് അവിടെ കണ്ടു. ഇവിടെ വന്നപ്പോൾ 4 കുതിരകളായി. അപ്പം ഇനി കുതിര ആരാ? ഇവിടെ ഈ വെളിപ്പാട് പുസ്തകം, ഈ അന്ത്യകാല പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. കഴിയുന്നിടത്തോളം നമ്മുടെ വ്യാഖ്യാനങ്ങളെ ആശ്രയിക്കാതിരിക്കുക. ഇഫ് അറ്റ് ഓൾ പോസിബിൾ നമ്മുടെ വ്യാഖ്യാനങ്ങളെ അപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ വിശ്വസിക്കുന്നത്, അക്കോർഡിംഗ് ടു മീ, ഇങ്ങനെയുള്ള ഫ്രേസസ് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നതല്ലാതെ മറ്റൊന്ന് മനസ്സിലാക്കാനോ മറ്റൊന്ന് വിശ്വസിക്കാനോ മറ്റൊരു ധാരണയിലെത്താനോ നമുക്ക് പെർമിഷൻ ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്. ഇറ്റ്സ് ഗോഡ് വേർഡ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് തിരുവെഴുത്തുകളിൽ തന്നെയാണ്. നമുക്ക് പോകേണ്ടത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മുടെ പ്രതിവാദി വിഷയം ആദ്യം 4 കുതിരകളാണ്. അത് വെളിപ്പാട് പുസ്തകത്തിലല്ല ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പ് എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് നോക്കണം. ഇതിനു മുമ്പ് എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് നോക്കിയ ശേഷം ആ കുതിര എന്താണ്, വാട്ട് ഡു ദേ മീൻ എന്നുള്ളത് ആര് പറയണം? ദൈവം പറയണം. ലുക്ക് അറ്റ് ഇറ്റ്, ഗോഡ് ഷുഡ് സ്പീക്ക്. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകത, ഹി വാണ്ട്സ് ടു റിവീൽ ഹിംസെൽഫ് ടു us. He wants to communicate with us, and he wants us to understand him. നമ്മൾ ദൈവത്തെ അറിയണം.
അത് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ദൈവം പല മാധ്യമങ്ങൾ ഉപയോഗിക്കും. ഗോഡ് യൂസസ് പ്ലെൻറ്റി ഓഫ് മെത്തേഡ്സ്. ദൈവത്തിൻ്റെ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ വേൾഡ് ഓഫ് നേച്ചറാണ്, ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതി നോക്കിയിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത് വിലയിരുത്തണം. അതുകൊണ്ട് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഈ കാലഘട്ടത്തെ നിങ്ങൾ വിവേചിക്കാൻ കഴിയാത്തതെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഗോഡ് സ്പീക്സ് ടു അവർ കോൺഷ്യൻസ്. നമ്മുടെ കോൺഷ്യൻസിനോട് ദൈവം സംസാരിക്കും. നമ്മുടെ ബോധ മനസ്സിനോട് ദൈവം സംസാരിക്കും. ബോധത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ഗോഡ് സ്പീക്സ് ടു us ത്രൂ ഹിസ് പ്രോഫറ്റ്സ്. തൻ്റെ പ്രവാചകന്മാരെ കൂടെ ദൈവം നമ്മുടെ മനുഷ്യരോട് സംസാരിക്കും. ആൻഡ് ദ ഫോർത്ത് തിങ്, ഗോഡ് സ്പീക്സ് ത്രൂ വിഷൻസ്. ദർശനങ്ങളിൽ കൂടെ ദൈവം സംസാരിക്കും. അപ്പം ദർശനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ദർശനം എന്ന് പറയുമ്പം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ, വി ആർ വെരി മച്ച് എവൈക്ക്. കണ്ണൊക്കെ തുറന്നിരിക്കുക. കണ്ണ് തുറന്നിരിക്കുമ്പം നമ്മുടെ മുമ്പിൽ ഒരു പിക്ചർ കാണുകയാണ്. ഇറ്റ് ക്യാൻ ബി എ മോഷൻ പിക്ചർ ഓർ എ സ്റ്റിൽ പിക്ചർ. ചിലത് സ്റ്റില്ലായ പിക്ചറാണ്, ചിലത് മോഷൻ പിക്ചറാണ്. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം വരുന്നുണ്ട് പ്രത്യേകത, നമ്മൾക്ക് മുഴുവനും വിഷൻസ് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് വിഷൻസ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ, ഇതേ വിഷൻ മുമ്പ് എവിടെയായിരുന്നു? ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ദെൻ ഡസ് ഇറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഓർ ഡസ് ഇറ്റ് റെപ്ലിക്കേറ്റ് itself when it is in the book of Revelation? മുമ്പ് പറഞ്ഞ ആ കാര്യം അതിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയോ അല്ലെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രതിഫലിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. അപ്പോൾ ഇവിടെ വന്നപ്പം 4 കുതിരകളെ കണ്ടു. ആരായ കുതിര? ഇവിടെ ഈ ദർശനം കാണുന്ന ആൾ ബാലനായ സഖര്യാവാണ്. ഐ ഷുഡ് സേ ഹി ഈസ് നോട്ട് മോർ ദാൻ 14 years old. എനിത്തിങ് ബിറ്റ്വീൻ 12 and 14. ഒരു 12-നും 14-നും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള ഒരു ബാലനാണ്. ഈ ബാലൻ എന്നാണ് പറയുന്നത്. ദിസ് യങ് ബോയ് എന്നാണ്. ഉണ്ടോ? അപ്പം ദിസ് നആർ മീൻസ് കൊച്ചി ചെറുക്കനാണ് ഈ ദർശനം കാണുന്നത്. സോ ദ ബോയ് സക്കറിയ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ്. സോ സക്കറിയ ഈസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്? തനിക്കിത് പറഞ്ഞു കൊടുക്കാൻ ഒരു ദൂതനെ വിളിച്ചിട്ടുണ്ട്. ഹീസ് ഇന്റർപ്രറ്റർ ചോദിക്കുന്നു, വാട്ട് ഈസ് ഇറ്റ്? Now, interpreter comes and tells, these are the 4 spirits from heaven that is traveling around the world, the whole world, to make sure that everything is okay. സകലവും ഭദ്രമായിരിക്കുന്നു ഉറപ്പുവരുത്തണം. സോ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം ഞാൻ പറയാൻ പോവാണ്. ഇത് സക്കറിയാവ് പറയുന്നത് 520 BC-യിലാണ്. 520 BC-യിൽ സക്കറിയാവ് പറയുമ്പോൾ ദൈവത്തിന് ദ ഹോൾ എർത്ത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയുമാണ് നമ്മുടെ രണ്ടാമത്തെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന വിഷയം വരുന്നത്. നമുക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന വിഷയം വരുന്നത് ഏതാ? ഈ മഹോപദ്രവകാലം എന്ന് പറയുമ്പം കാഹളം ധ്വനിച്ചു, സഭ എടുക്കപ്പെട്ടു, പരിശുദ്ധാത്മാവും ഭൂമിയിൽ നിന്ന് പോയി എന്ന് കാണുമ്പോൾ പെട്ടെന്ന് സാത്താന് വലിയ ആഗ്രഹമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ ടൈം നമ്മുടെ ഭരണമില്ല. ഞങ്ങളുടെ റാന്നിയിൽ ചെറുക്കാൻ പറയുന്നത് അപ്പനെ പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന കട്ടല കിടക്കാമെന്ന്. ആ ഒരു കട്ടലുള്ളൂ വീട്ടിൽ. അത് തന്ത കിടന്നു കഴിഞ്ഞാൽ ഇവനും അമ്മയും നിലത്താണ് കിടക്കുന്നത്. അങ്ങനെ ഇന്നപ്പോൾ നാട്ടുകാരെ തേങ്ങാൻ പൊട്ടിച്ച് അപ്പനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത്. ഇവൻ്റെ സന്തോഷം എന്താ? അപ്പനെ പിടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് എനിക്കിത് കട്ടല കിടക്കാമെന്ന് എന്ന് പറയും പോലെ ഈ ദൈവമക്കളും സഭയും പരിശുദ്ധാത്മാവ് പോയി, ഇനി എനിക്കെന്തുമാകാം. സാത്താനോടുള്ള മെസ്സേജ്, നോ, യു കനോട്ട്. ദ എർത്ത് ഈസ് സ്റ്റിൽ ഗോഡ്സ് എർത്ത്. ഭൂമി ഇപ്പോഴും ദൈവത്തിൻ്റെ ഭൂമിയാണ്. ആൻഡ് everything in it, the earth and the fullness of it belongs to God എന്നാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളെ യഹോവയ്ക്കുള്ളതാകുന്നു. അവരെ ശിക്ഷിക്കാൻ ദൈവം നിനക്ക് ചില ലിമിറ്റഡ് കപ്പാസിറ്റി പവർ തന്നിട്ട് ഒഴിച്ചാൽ ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ഗോഡ്സ് ഹാൻഡ്.
അപ്പം നമ്മൾക്ക് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് God is still sending his angels to make sure that judgment is executed. Judgment is executed. At the same time, preservation is maintained. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ദൂതന്മാരെ അയക്കുന്നത് ന്യായവിധി ഉറപ്പാക്കണം. ന്യായവിധി അല്ല, ശിക്ഷാവിധി ഉറപ്പാക്കണം. കാരണം അടി കിട്ടേണ്ടിയവന് അടി കൊടുത്തേ പറ്റത്തുള്ളൂ. അടി കിട്ടിയവന് അടി കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. അറ്റ് ദ സെയിം ടൈം, ഇവൻ അടി കിട്ടുന്ന ഇതേ സമയം തന്നെ, അറ്റ് ദ വെരി സെയിം ടൈം, there should be some groups of people who are to be preserved. Some groups of people who are to be preserved. ഈ കാലത്ത് പ്രിസേർവ് ചെയ്യപ്പെടേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അവർ പ്രിസേർവ് ചെയ്യപ്പെട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സെക്കരിയാപ്രവചനം 1-ാം അധ്യായത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള പൂർണ്ണ നിയന്ത്രണം എന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗോഡ്സ് full control over his creation. God's full control over his creation. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിലായിരിക്കാം പരസ്യമായിട്ട് ഈ എതിർ ക്രിസ്തു ലോകം മുഴുവൻ ഭരിക്കാനൊന്നും പോകുന്നില്ല, ശ്രമിക്കത്തേ ഉള്ളൂ. 666 എന്നൊരു മുദ്ര ലോകം മുഴുവൻ കൊണ്ട മനുഷ്യന് നെറ്റിക്കേറി പതിക്കാൻ പോകുന്നില്ല. അതിനൊക്കെ വലിയ ശ്രമം നടക്കത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് സർജറിയൊക്കെ നടത്തി കൈക്കകത്തും ഈ നെറ്റിക്കകത്തും ചിപ്പൊക്കെ വെക്കും എന്നൊക്കെ ഇങ്ങനെ ഇമാജിനേഷൻ കയറി പറയരുത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതൊക്കെ എതിർ ക്രിസ്തുവിനും ആഗ്രഹമുണ്ട്, സാത്താനും ആഗ്രഹമുണ്ട്, ഇപ്പോൾ കഷ്ടം ചില പാസ്റ്റർമാർക്കും ആഗ്രഹമുണ്ട്. ഈ സാത്താൻ്റെ ആഗ്രഹവും പിന്നെ സാധിപ്പിക്കാനാണോ നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത്? സാത്താൻ്റെ ആഗ്രഹങ്ങൾക്ക് വ്യാഖ്യാനിച്ച് മനുഷ്യൻ കൊടുക്കാനാണോ നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത്? നമ്മൾ സുവിശേഷ വേലയിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളെ പറ്റി പറഞ്ഞു കൊടുക്കാനാണ്. അല്ല, സാത്താൻ്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ ആൾക്കാർ സാത്താന് വേണ്ടി ഒരുക്കാനല്ല. ദാറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്. അപ്പം ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കാം ഓപ്പണായിട്ട് ഇങ്ങനെ പറയുന്നത്. കാരണം വെളിപ്പാട് പുസ്തകത്തെ പറ്റിയുള്ള ധാരാളം പഠനങ്ങളിലും അങ്ങനെ പറയുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഓർത്തോണം. അപ്പം ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ഈ സെക്കരിയാപ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1, 2 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചോ. സെക്കരിയാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. നോക്കാം. ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്ന കണ്ടു. ആ പർവ്വതങ്ങളോ താമ്രപർവ്വതങ്ങളായിരുന്നു. അപ്പം സെക്കരിയ പറയാണ്, ഞാൻ 2 താമ്ര പർവ്വതങ്ങളെ കണ്ടു. ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്കുകൾക്കും വേദപുസ്തകത്തിൻ്റെ ഒരർത്ഥമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണേ. ഇതിന് നമ്മൾ പറയുന്നത് ഈ ജസ്റ്റ് ഫോർഗോട്ട് വേദപുസ്തകത്തിൻ്റെ അർത്ഥമുണ്ട്. നമ്മൾ ആ വേദപുസ്തകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ പറയാവൂ. അതിൻ്റെ നമ്മൾ ഡിക്ഷണറി കാണുന്ന മീനിങ് ആയിരിക്കത്തില്ല വേദപുസ്തകത്തിൻ്റെ അർത്ഥം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് SUBJECT സബ്ജക്റ്റ് എന്നൊരു വേർഡുണ്ട്. ഈ സബ്ജക്റ്റ് എന്ന വേർഡിന് പൊളിറ്റിക്കൽ സയൻസിൽ പ്രജകളെന്ന അർത്ഥം. സബ്ജക്റ്റ്, പ്രജകൾ. ഇനിയും നമ്മളൊരു പ്രസംഗം പ്രിപ്പയർ ചെയ്യുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രധാന വിഷയമെന്ന മനുഷ്യൻ എന്നല്ല എൻ്റെ അർത്ഥം. ഇനിയും ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്ന ഗ്രാമർ സാറിനോട് ചോദിച്ച സാറ് പറയും അത് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയും, സബ്ജക്റ്റ് പാർട്ട് എന്ന് പറയും. കോടതി ചെന്നാൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞാൽ ഇന്ന കണ്ടീഷൻസിനനുസരിച്ച് സബ്ജക്റ്റ് ടു ഇന്ന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഒരു വേർഡിന് തന്നെ അത് എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതനുസരിച്ച് അതിൻ്റെ വേർഡ് മീനിങ് മാറുന്നുണ്ട്. ഇതുപോലെ വേദപുസ്തകത്തിൽ പറയുന്ന വാക്കുകൾക്ക് വേദപുസ്തകത്തിൻ്റെ ഒരർത്ഥമുണ്ട്. ദാറ്റ് ഈസ് എ ബിബ്ലിക്കൽ ഗ്ലോസറി ഓഫ് ഇറ്റ്. ആ ബിബ്ലിക്കൽ ഗ്ലോസറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. നോ ദ പ്രോബ്ലം, വിശുദ്ധ വേദപുസ്തകം മുഴുവൻ എടുത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചിട്ട് ആ വേദപുസ്തകത്തിലെ ആ വാക്കിൻ്റെ അർത്ഥം അവിടെ എന്താണ് എന്ന് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ ഒക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ബട്ട് ദാറ്റ് ഈസ് ടു സ്ട്രെനുവസ് an attempt. That is too strenuous an attempt. വളരെ പെട്ടെന്ന് ആ അറ്റംപ്റ്റിൽ നമ്മൾ വിജയിക്കണമെന്നില്ല. നമ്മളിവിടെ താമ്ര മലകളെ കണ്ട്,
താമ്രം എന്ന വേർഡിൻ്റെ വേദപുസ്തകത്തിലെ അർത്ഥം ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ന്യായവിധി എന്നാണ്. താമ്രം എന്ന വേർഡിൻ്റെ വേദപുസ്തകത്തിലെ അർത്ഥം ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ന്യായവിധി എന്നാണ്. ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ന്യായവിധി എന്നാണ്. ന്യായവിധി. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കും, അത് ബാബു സാറിന് എങ്ങനെ അറിയാം? ഒരുപാട് കാര്യങ്ങളും ഡെറിവേറ്റീവാണ്, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടതാണ്. ഒരു വേർഡിൻ്റെ അർത്ഥം ഡിറൈവ് ചെയ്യാൻ ധാരാളം മെത്തേഡ്സ്, മിനിമം 5 ടൂൾസ് ഉണ്ട് നമുക്ക് ഒരു വേർഡിൻ്റെ അർത്ഥം ഡിറൈവ് ചെയ്യാൻ വേണ്ടി. സോ താമ്രം കൊണ്ടുള്ള 2 വലിയ മലകൾ നിൽക്കുന്നു. ആ താമ്രങ്ങളുടെ മലകളുടെ ഇടയിൽ നിന്നാണ് 4 കുതിരകൾ പുറപ്പെടുന്നത്. ആൻഡ് ദേ ആർ ഓഫ് 4 ഡിഫറെൻറ്റ് കളേഴ്സ്. അവിടെ 4 ഡിഫറെൻറ്റ് കളേഴ്സാണ്. അപ്പോൾ നൗ ദ ക്വസ്റ്റ്യൻ, ഈ ചെറുക്കന് മനസ്സിലാകും, ചെറുക്കനെ ഞാൻ പറഞ്ഞ സെക്കരിയാവിനെയാണ് കേട്ടോ, ബിക്കോസ് ഈസ് എ ലിറ്റിൽ ബോയ്, യങ് ബോയ്. ഞങ്ങളുടെ ഇറാനിക്കാരുടെ ഈ കളവൊക്കെയല്ല സ്പെഷ്യൽ ചെറുക്കനെന്ന് പറഞ്ഞാൽ നിങ്ങളത് തീരെ മോശമായിട്ട് എടുക്കുക. സെക്കരിയാവിനെ കേട്ടാലും വലിയ ബുദ്ധിമുട്ടുള്ളതില്ല. അപ്പം ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദേ? That means they are judgment coming from God to the entire world. To the entire world, judgment is coming. ലോകത്തിന് മുഴുവൻ ജഡ്ജ്മെൻറ്റ് വരികയാണ്. Now the question, how does God judge the world? ദൈവം എങ്ങനെയാണ് ലോകത്തെ ശിക്ഷിക്കുന്നത്? ദൈവം ലോകത്തെ ശിക്ഷിക്കുന്നത്? Well, I tell you one thing. ദൈവം ലോകത്തെ ശിക്ഷിക്കുന്നത് അവര് എന്ത് ശിക്ഷയാണ് അർഹിക്കുന്നത് അതനുസരിച്ചാണ്. വാട്ട് ഈസ് ദ പണിഷ്മെൻറ്റ് ദേ ഡിസേർവ് അതിനനുസരിച്ചാണ്. ഇപ്പോൾ കോടതി കൂടുന്നു, ഇപ്പോൾ 2 പേര് കൊലക്കുറ്റത്തിന് നിൽക്കുക. കട്ട വിൽസൺ പാസ്റ്ററെ, ഒരാളുടെ കൊലക്കുറ്റം എന്നറിയാമോ? അവനൊരാളുടെ കഴുത്ത് വെട്ടി, അത് കൊലയാണ്. മറ്റേ ആൾ ഒരുത്തൻ്റെ വാഴക്കല വെട്ടി, അതും കൊലക്കുറ്റമാണ്. എന്തല്ലോ, കഴുത്ത് വെട്ടിയതും കൊലക്കുറ്റമാണ്, വാഴക്കല വെട്ടിയതും കൊലക്കുറ്റമാണ്. പക്ഷെ 2നും ഒരു ശിക്ഷയല്ല. 2നും ഒരു ശിക്ഷയാണെങ്കിലോ അവിടെ നീതിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരാൾ എന്ത് ശിക്ഷയാണ് അർഹിക്കുന്നത് തൻ്റെ തെറ്റിന്, അതിനനുസരിച്ചുള്ള ശിക്ഷയല്ലാതെ ഈ ഡിസ്പ്രൊപ്പോർഷനേറ്റ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തതിനെ എല്ലാം കാച്ചേക്കുക, ഒറ്റയട്ടി കാച്ചേക്കുക. അങ്ങനെ ഒരു സംഗതി ദൈവത്തിൻ്റെ കോടതിയിലില്ല. ഇത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ 2-ാം വാക്യം വായിച്ചു കഴിഞ്ഞു. അവിടെ നമ്മൾ വെള്ളക്കുതിര വരുന്ന കാര്യമാണ് പറഞ്ഞത്. ആ വെള്ളക്കുതിര എന്ന് പറയുന്നത് പ്രിട്ടൻഷനാണെന്നും സമാധാനം അഭിനയിക്കുകയാണെന്നും, ഇതിനെപ്പറ്റി യിരെമ്യാവ് പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞ് സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവരെൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിനെ നിസാരമായി ചികിത്സിക്കുന്നു. ഇത് വലിയ ആശയക്കുഴപ്പമുണ്ട ഒരു സെൻറ്റൻസാണ് കേട്ടോ. കാരണം എതിർ ക്രിസ്തു മാർപ്പാപ്പയാണെന്ന് പറയാൻ ഈ പ്രൊട്ടസ്റ്റൻ്റ് വേൾഡിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇതാ. എതിർ ക്രിസ്തുവാണ് മാർപ്പാപ്പ, മാർപ്പാപ്പയാണ് അന്തിക്രിസ്തു, അങ്ങനെ പറയാം. അന്തിക്രിസ്തു എന്ന് പറയാൻ പ്രൊട്ടസ്റ്റൻ്റ് വേൾഡിനെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ്. എന്താണെന്നറിയാമോ? ഇത് എവിടെ പോയാലും സമാധാനം എന്ന് പറയും. പറയുന്നത് എവിടെ നിന്ന് അറിയാമോ? ബുള്ളറ്റ് പ്രൂഫിനകത്ത് നിന്നാണ്. എന്നാൽ വെടിയുണ്ട് കയറാത്ത കണ്ണാടി കുത്തിക്കുന്നതിനാണ് പുള്ളി സമാധാനം പറയുന്നത്. അതിനകത്ത് ഇറങ്ങി സമാധാനം പറയാനുള്ള ധൈര്യമില്ല, പക്ഷെ സമാധാനമാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും സമാധാനം ഉണ്ടായോ? ഇവിടെ എല്ലാം പോയി സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടാകത്തില്ല. അപ്പം അത് ഒരു ഫോൾസ് ഓഫർ ഓഫ് പീസാണ്. ദാറ്റ്സ് എ ഫോൾസ് ഓഫർ ഓഫ് പീസ്. അപ്പം ഫോൾസ് ഓഫർ ഓഫ് പീസ് എന്നുള്ളത് ഈ വാറ്റിക്കനിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് വാറ്റിക്കനാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ആളുകൾ ദീർഘവർഷങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയുന്നുണ്ട്. വാറ്റിക്കൻ അല്ലെന്നുള്ളത് നമ്മൾ വളരെ അസന്നിഗ്ധമായിട്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തെളിയിച്ചതാണ്. നിങ്ങളത് ഓർക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ വെള്ളക്കുതിര എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അത് ആൻറ്റി ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷെ പ്രിട്ടൻഷൻ ആണെന്നും പറഞ്ഞു കഴിഞ്ഞു. 2ാമത് നോക്കിക്കോണേ. അവൻ 2ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു.
ആരോടാ വരികയെന്ന് പറഞ്ഞത്? വരികയെന്ന് പറഞ്ഞ് യോഹന്നാനോടാണ്. യോഹന്നാൻ സഭയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. സഭയുടെ റെപ്രസെൻറ്റേറ്റീവാണ്. നിങ്ങളെല്ലാവരും നല്ല ആശയക്കുഴപ്പത്തില്ല. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? വിൽസൺ ഇല്ല പാസ്റ്ററെ, പാസ്റ്റർ. പറഞ്ഞോ പാസ്റ്ററെ, കുഴപ്പമില്ല, നമുക്ക് കേൾക്കുക. കുറെ കൂടെ കാച്ചല്ലേ? പോവാൻ തീർച്ചയായിട്ടും. ഏ പോവാൻ അങ്ങനെ വരുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സെറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് തിരുത്തണം. സെറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ആ സെറ്റ് അണ്ടർസ്റ്റാൻഡിങ് തിരുത്തുമ്പം വരിക എന്ന് യോഹന്നാനോട് പറയുന്നു. എന്ന് പറയുമ്പോൾ സഭയുടെ റെപ്രസെൻറ്റേറ്റീവാണ് യോഹന്നാൻ. Now the question, where is യോഹന്നാൻ now? ഈ സംഭവം നടക്കുമ്പോൾ യോഹന്നാൻ എവിടാ? യോഹന്നാൻ സ്വർഗത്തിലാണ്. അപ്പം സഭയുടെ റെപ്രസെൻറ്റേറ്റീവാണ് യോഹന്നാൻ എന്ന് പറയുമ്പോൾ സഭ എവിടാ? സഭ സ്വർഗത്തിലാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഇപ്പം ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുൻപ് ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തരപ്പെട്ട മധ്യാകാശത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുന്നു, അല്ലേ? മധ്യാകാശത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതായുവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് വ്യാപരിക്കുന്ന തൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്തുവാ? നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സോഫിയ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ എന്നാണ്. ദ പവർ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ കഴിയുമോ? നമ്മൾ മന്ദബുദ്ധികളാണോ? നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കേട്ടോണേ, ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയും നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി തമ്മിലൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇപ്പം. കേട്ടോണം, ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യാനൊക്കത്തുള്ളൂ ഒരു സമയത്ത്. പക്ഷെ പല കാര്യം നമ്മുടെ ചിന്തയിൽ വരും, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ക്ലാസ് ഇരിക്കുന്ന സ്റ്റുഡൻറ്റ് അവിടെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുക, അപ്പുറത്തെ ക്ലാസ്സിൽ മലയാളം അധ്യാപകൻ നല്ല ഈണത്തിൽ കവിത ചൊല്ലുക. ഈ രണ്ടും കൂടി ഒരേ സമയത്ത് ഇയാളുടെ മനസ്സിൽ കയറുമോ? കയറത്തില്ല. ഒന്നുകിൽ ഇയാൾ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ നിന്ന് ശ്രദ്ധ തെറ്റിച്ച് മലയാളം കവിതയിൽ പോയി, അല്ലെങ്കിൽ മലയാളം കവിത ശ്രദ്ധിക്കത്തേയില്ല, ഇവിടെ മാത്തമാറ്റിക്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. രണ്ടും കൂടി ഒരേ സമയത്ത് കയറത്തില്ല. Now my question is, ഈ ലോകത്തിലുള്ള മുഴുവൻ ചരാചരങ്ങളുടെയും മുഴുവൻ കാര്യങ്ങളും ഒരേ സമയത്ത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് റലമിൽ പതിയുന്നു. ആർ യു ക്ലിയർ? ഒരേ സമയത്ത് ദൈവം മനസ്സിലാക്കുകയാണ്. അപ്പം നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ള ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടവണ്ണം പാലറ്റബിൾ ആകത്തുള്ളൂ. കേട്ടോണം, ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ഒരു പാരലൽ സ്ട്രക്ചർ ഉണ്ടാകുന്നുണ്ട്. എന്താ പാരലൽ സ്ട്രക്ചർ? പാരലൽ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ പറയാം. ഒന്ന്, സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു, അതേ സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം തുടങ്ങുന്നു ഒരേ സമയത്ത്. രണ്ട്, ദൈവത്തെ വിട്ടുകളഞ്ഞ ഭൂമിയെ ശിക്ഷിക്കുവാൻ ആരംഭിക്കുന്നു. ഇതേ സമയം അതായത് സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു ശിക്ഷിക്കാൻ. ഇതേ സമയം ദൈവത്തെ മുറുകെ പിടിച്ച തൻ്റെ ജനത്തെ തന്നോട് ചേർക്കുന്നു. പാരലൽ കൺസ്ട്രക്ഷൻ. ഇനിയും ഈ ഭൂമിയെ ദൈവം
ശിക്ഷ കൊണ്ട് ശുദ്ധീകരിക്കുന്നു. ശ്രദ്ധിച്ചോണം, ഈ ഭൂമിയെ ദൈവം ശിക്ഷ കൊണ്ട് ശുദ്ധീകരിക്കുന്നു. ശിക്ഷ കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഇതേ സമയത്ത് തന്നെ ദൈവമക്കളായ നമ്മളെ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നിലനിൽപ്പില്ലാത്തതായ പ്രവർത്തികൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിലെ തീക്കടലിൽ കൂടെ നമ്മളെ കടത്തിവിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഒന്ന് പെയിൻഫുള്ളും മറ്റത് പെയിൻലെസ്സും. ഈ ഭൂമി കടന്നു പോകുന്നത് പെയിൻഫുള്ളായ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ കടന്നു പോകുന്നത് പെയിൻലെസ് ആയ അവസ്ഥയിലാണ്. മനസ്സിലായോ? ഇത് എത്ര നാൾ പോകുന്നുണ്ട്? 3.5 years ആണ് ഈ സംഭവം നടക്കുന്നത്. 3.5 years നടക്കുക. ഏത് സംഭവം? ദൈവം നമ്മളെ സ്വീകരിച്ചു, നമ്മളെ പുത്രനോട് അനുരൂപരാക്കി. ഇനി കിടക്കുന്നു കേട്ടോ, അനുരൂപരാക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മളെ കടലിലിടുന്നു, നമ്മളെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം പ്രാപിച്ചു ഇപ്പുറത്ത് വരുന്ന ഓരോരുത്തരും പ്രതിഫലം പ്രാപിക്കുന്നു. ഇതേ സമയത്ത് ഭൂമിയിൽ സാത്താനെ കൊടുക്കുന്നു, അടിക്കുന്നു, വേദനിപ്പിക്കുന്നു, തകർത്ത് കളയുന്നു, കൈവിടപ്പെടുന്നു. ഈ പാരലൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ? ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? യോഹന്നാനെ വിളിക്കുന്നു, കം ആൻഡ് സീ എന്ന് പറയുമ്പോൾ ഈ സംഭവം ഭൂമി സ്വർഗത്തിൽ നടക്കുമ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം ആർ വി ഏബിൾ ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ എർത്ത്? വി ആർ ഏബിൾ ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ എർത്ത്. ഭൂമിയിൽ എന്താണ് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നു? ഇത് രണ്ടും നമുക്ക് ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന കാരണം നമ്മൾക്കൊരു മെറ്റമോർഫോസിസ് ഉണ്ടായി, നമുക്ക് വലിയൊരു മാറ്റമുണ്ടായി, നമ്മുടെ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായി. അതാണ് മെറ്റമോർഫോസിസ്. നമുക്കൊരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായി. ആ സ്ട്രക്ചറൽ ചേഞ്ച് എന്താ? ദൈവം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പോലെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഇത് നമ്മളിനി സെക്കൻഡ് സീൽ പൊട്ടിക്കുമ്പോൾ ബ്രിങ് വാർ ആൻഡ് ലാക്ക് ഓഫ് പീസ്. അവിടെ ഉണ്ടാകുന്നത് ചുമന്ന കുതിര എന്തിനെയാണ് കാണിക്കുന്നത്? ഒന്ന് യുദ്ധത്തെയാണ് കുറിക്കുന്നത്, രണ്ട് സമാധാനമില്ലായ്മയെ കുറിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ. ദ സോഡ് റെപ്രസെൻറ്റ്സ് ആംഡ് കോൺഫ്ലിക്റ്റ്. കാര്യം വരുന്ന ആളിന് സോഡുണ്ട്. പെർഹാപ്സ് ദി അറ്റാക്ക് ഓൺ ഇസ്രയേൽ മെൻഷൻഡ് എസെക്കിയേൽ 38-ൻ്റെ 39-ാം അധ്യായത്തിലും, എസെക്കിയേൽ 38-ഉം 39-ഉം, ദാനിയേൽ 11-ാം അധ്യായത്തിൻ്റെ 40-44 പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നോക്കുമ്പോൾ ഈ ചുമന്ന കുതിര ഇസ്രയേലിൽ എതിരായിട്ടുള്ള യുദ്ധങ്ങളുടെ പുറപ്പാടാണ്. When I had opened the second seal, I heard the second beast saying, come and see. Come and see. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പം രണ്ടാമത്തെ മൃഗം വന്ന് കാണുമെന്ന് പറയുന്നു. ജോൺ ഈസ് എൻകറേജ്ഡ് ടു കം ആൻഡ് സീ എന്നാണ്. യോഹന്നാനോട് വന്ന് കാണാൻ പറയുകയാണ്. We too may get a glimpse through the eyes and pens of John. ഇവിടെ നോക്കിക്കോണേ, യോഹന്നാൻ്റെ കണ്ണിൽ കൂടെ നമ്മൾ അന്നത് കാണും. ഇന്നോ യോഹന്നാൻ്റെ പേനായി കൂടെ നമ്മളത് കാണും. Now we see through the pen of Yochanan. At that time we'll see it through the eyes of Yochanan. യോഹന്നാൻ കാണുന്ന അതേ കണ്ണുകൾ കൂടെ അന്ന് നമ്മളവിടെ കാണും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യെസ്, നമ്മളവിടെ ഇത് കാണുന്നു. We are able to see. We are able to see. Why should we be able to see? Why should we be able to see? അത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ്. ദൈവം നീതിയുടെ ഭാഗമാണ്. കാരണം ദൈവം നീതി എന്ന് പറയുന്നത് ആരാണ് ഉപദ്രവിക്കപ്പെട്ടത്, അവനെ ഉപദ്രവിച്ച ആളിനെ ശിക്ഷിക്കുന്നത് അവൻ്റെ മുമ്പിൽ വെച്ചായിരിക്കണം, അവൻ്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അത് ദൈവം നീതിയുടെ ഭാഗമാണ്. അത് ഞാൻ കുറേ കൂടെ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സോ വി ടു മേ ബി ഏബിൾ ടു ഗെറ്റ് എ ഗ്ലിംസ്. ഓക്കെ, ദിസ് റെഡ് ഹോഴ്സ് മീൻസ് വാർ. ചുമന്ന കുതിര എന്ന് പറയുന്ന യുദ്ധം തന്നെയാണ്. ദിസ് വാർ കുഡ് ബി ടു ഫോൾഡ് ഇൻ നേച്ചർ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 2 തരമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. 2 തരം. ഇവിടെയാണ് നമ്മുടെ ആശയക്കുഴപ്പങ്ങളുള്ള പ്രധാന കാരണം. ഒന്നാമത്തെ യുദ്ധം എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ് അറ്റാക്ക്.
എ കോൺസ്റ്റന്റ് അറ്റാക്ക് ഓഫ് ഡീമൻസ്. പൈശാചിക ആക്രമണങ്ങളാണ്. രണ്ടാമത്തെ ആക്രമണം എന്ന് പറയുന്നതോ മനുഷ്യൻ അന്യോന്യം ആക്രമിക്കുക. മനുഷ്യൻ അന്യോന്യം ആക്രമിക്കുക. ഒന്ന്, വാർ ഇൻ ദ സ്പിരിച്വൽ റെലംസ്. രണ്ട്, വാർ ഇൻ ദ ഫിസിക്കൽ റെലംസ്. ഇവിടെയാണ് ദൈവമക്കളെ തെറ്റിക്കാനുള്ള ഒരു പ്രോബ്ലം. എന്താ പ്രോബ്ലം എന്നറിയാമോ? വാർ ഇൻ സ്പിരിച്വൽ റെലം എന്ന് പറയുമ്പം നമ്മളിവിടെ ഉണ്ട്, സാത്താൻ നമ്മളോട് പോരാടുകയാണ്. സ്പിരിച്വൽ റെലം അല്ല, നമ്മളിവിടെ ഇല്ല. ഇനി സാത്താൻ ആരോടാ പോരാടുന്നത്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓർക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലെന്ന് എൻ്റെ വിശ്വാസം. ഇവിടെ there are groups of people who are called Christians. There are groups of people who are called Christians or who address themselves as Christians. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ആ ഡിഫറൻസ് നല്ലതുപോലെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വ്യത്യാസം ഉണ്ട്. അതെന്നറിയാമോ? കുഞ്ഞാടിൻ്റെ കാന്ത എന്ന് പറയുന്ന ഒരു വിഭാഗം, രണ്ട് നോമിനൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിഭാഗം, മൂന്ന് യഹൂദൻ എന്ന വിഭാഗം, നാല് ജാതികളിൽ നിന്ന് യഹൂദൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് രക്ഷപ്പെടുന്ന നാലാമത്തെ വിഭാഗം. ഇത്തരം ആൾക്കാരുണ്ട്. അതിൽ ഈ ഭൂമിയിൽ പ്രിസേർവ് ചെയ്യപ്പെടുന്ന ആരൊക്കെയാണ്? ശ്രദ്ധിച്ചോണം. ഒന്നാമത്തെ ആളുകൾ, ദ ജ്യൂസ് വിൽ ബി പ്രിസേർവ്ഡ്. ദേ ഹാവ് ടു ബി പ്രിസേർവ്ഡ്. ദേ മസ്റ്റ് ബി പ്രിസേർവ്ഡ് എന്ന് പറയുമ്പം ഒരു യഹൂദൻ പോലും മരിച്ചു പോകത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളങ്ങനെ ഉദ്ദേശിക്കരുത്. കാരണം മഹോദരവത്തിൻ്റെ അവസാനം കഴിയുമ്പോഴേക്ക് 2/3 ഓഫ് ദ ജ്യൂസ് വുഡ് ബി കിൽഡ്. അങ്ങനെ പറയുന്നത് 2/3 ഓഫ് ദി ജ്യൂസ്, യഹൂദന്മാരിൽ 2/3 കൊല്ലപ്പെട്ടിരിക്കും. പ്രിസേർവ് ചെയ്യുന്ന ആരാണ്? പ്രിസേർവ് ചെയ്യപ്പെടുന്നവർ ഒന്ന് യെരുശലേമിൽ ഉപവാസ പ്രാർത്ഥന നടന്നവർ, രണ്ട് ഈ ജീവനും കൊണ്ട് ഓടിപ്പോകുമ്പോൾ കരുണ ലഭിക്കപ്പെടുന്ന ആളുകൾ. ആര്? അന്ന് ഭൂമിയിലുള്ള ചില ആളുകൾക്ക് ഇവരോട് കരുണമെന്ന് ഞാൻ പറഞ്ഞു. അവർ പ്രിസേർവ് ചെയ്യപ്പെടും. പ്രിസേർവ് ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ ആൾക്കാർ ദ ജ്യൂസും, നോട്ട് ഓൾ ദ ജ്യൂസ് ബട്ട് എ ഗുഡ് പാർട്ട് ഓഫ് ജ്യൂസ്. സെക്കൻഡ്ലി, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞാലും ആശയക്കുഴപ്പം മനുഷ്യന് വരുന്നുണ്ട്. കാര്യം ആശയക്കുഴപ്പം വരുന്ന രീതിയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ബൈബിൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്നറിയാമോ? ദൈവമക്കൾ ഭക്തന്മാർ ദൈവമക്കൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ദൈവമക്കളെന്ന് എഴുതിയിരിക്കുന്നവർ ദേ ആർ നോമിനൽ ക്രിസ്ത്യൻസ്. അവർ കുഞ്ഞാടിൻ്റെ കാന്തയല്ല. പിന്നെന്താ സംഭവിക്കുന്നത്? ദേ ഹാവ് എ മച്ച് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബൈബിൾ, but a much lesser capacity or willingness to obey the word of God. ദൈവവചനം പഠിക്കാനുള്ള വലിയ കപ്പാസിറ്റി ഉണ്ട്. ഭയങ്കര ജ്ഞാനികളാണ്. ഇപ്പം ഞാൻ പറയാമല്ലോ, നമ്മുടെ സാമുദായിക സഭകളിലൊക്കെ ഉള്ളതും, പ്രത്യേകിച്ച് നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ബ്രദറൻ സഭ എന്നൊരു കൂട്ടരുണ്ട്, ബ്രദറൻ അസംബ്ലി. അവരുടെ ചില ലീഡേഴ്സ് ഒരു വചനം ഇൻ്റർപ്രറ്റ് ചെയ്ത് കേട്ടാൽ നമ്മളൊക്കെ ഷോക്കായിപ്പോവും. അതിഭയങ്കര ഇൻ്റർപ്രിട്ടേഷനാണ്. ബട്ട് ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഓഫ് ഇറ്റ് കംസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്? ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ഓർ ഗിവൺ ബൈ ഓർ ഇൻസ്റ്റിൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്? അതാ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, വചനം മനസ്സിലാക്കാൻ നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിൽ നമുക്ക് വചനം ഗ്രഹിക്കാം. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. രണ്ടാമത്തത്, നമ്മളിലുള്ള മാനുഷിക ബുദ്ധിയിൽ നമുക്ക് വചനം ഗ്രഹിക്കാം. ഉദാഹരണം പറയാം, ഇപ്പം നമ്മുടെ കേരളത്തിലൊരു വലിയ ഇലക്ഷൻ നടക്കുകയല്ലോ. എവിടെ സ്ഥലത്തിൻ്റെ പേരും മറന്നുപോയി. ഓക്കെ, ഭയങ്കര ഇലക്ഷൻ നടക്കുക. ആ ഇലക്ഷൻ നടക്കുന്നിടത്ത് ഒരു കാൻഡിഡേറ്റ്, എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അതിൻ്റെ പേര് പിന്നെ എം സ്വരാജിനോട് നിങ്ങൾ ബൈബിളിനെ പറ്റി ചോദിക്കണം. ഞാൻ പറയുന്നതിനേക്കാട്ടിൽ അതിഗംഭീരമായിട്ട് പുള്ളി ബൈബിൾ പറഞ്ഞു കളി. എൻ്റെ കർത്താവേ,
ഞാൻ ബൈഹാർട്ടാക്കിയതിനേക്കാൾ കൂടുതൽ വേദവാക്യങ്ങൾ എം സ്വരാജ് ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. വേണ്ട. നമ്മുടെ മുമ്പ് ഒരു 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 പ്രതിപക്ഷ നേതാവുണ്ട്. അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ഒരു അച്യുതാനന്ദൻ എന്നാണ്. അച്യുതാനന്ദൻ നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗം എന്നറിയോ? മാണിയെ, നീ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് മോട്ടിച്ചതുകൊണ്ട് കെടാത്ത തീയും ചാകാത്ത പുഴുമുള്ള നരകത്തിൽ നീ പോകും അല്ലേ? അച്യുതാനന്ദന് പരിശുദ്ധാത്മാവെന്ന് തെളിയിച്ചു കൊടുത്തത്? നിങ്ങൾ പറ. അച്യുതാനന്ദന് പരിശുദ്ധാത്മാവ് തെളിയിച്ചു കൊടുത്തത് അല്ല. അച്യുതാനന്ദനിലെ മാനുഷിക ബുദ്ധിയാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ വചനം ഭയങ്കരമായിട്ട് അറിയാവുന്ന ആളാണ് സാത്താൻ. സാത്താൻ്റെ അഭിഷേകത്തിലും വചനശുശ്രൂഷയുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് മറ്റുള്ളവരെല്ലാം സാത്താൻ്റെ അഭിഷേകത്തിലും ഞാൻ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലും വചനം ശുശ്രൂഷിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് മീൻ ഇറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ലാർജ് മജോറിറ്റിക്കും പരിശുദ്ധാത്മാവില്ലാതെ വചനം വ്യാഖ്യാനിക്കാൻ കഴിയുന്നു. ഈ വ്യാഖ്യാനത്തിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്ന അൾട്ടിമേറ്റ് പർപ്പസോടുകൂടി ദൈവം അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലല്ല, ലീഡിങ്ങിലല്ല അവർ ചെയ്യുന്നതുകൊണ്ട് they are not connected to the Holy Spirit. നമുക്ക് എന്തായാലും പറയാൻ കഴിയുന്നത്, ഇത് ഒരു ഷിപ്പ്റക്കിൽ ഒരുപാട് പേര് കടലിലായിപ്പോയി, ഒരുപാട് പേര്. അപ്പോൾ എന്തെന്നറിയാമോ, ഈ വേറൊരു സേഫ്റ്റി ബോട്ട് വന്നിട്ട് ഈ മുങ്ങിത്താഴുന്നവർക്കെല്ലാം ഓരോ കയറെറിഞ്ഞു കൊടുത്തു. കയറെറിഞ്ഞു പറഞ്ഞു, നിങ്ങൾ ആ കയറെ പിടിച്ചാൽ മതി, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്, ക്യാച്ച് ഹോൾഡ് ഓൺ ദി റോപ്പ്. ഞങ്ങൾ വലിച്ച് നിങ്ങളെ സേഫ്റ്റി തീരത്തെത്തിച്ചോളാം. അപ്പോൾ കുറേ പേർക്ക് നാണക്കേട്. അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ നീന്തിക്കോളാം. അവർക്കറിയത്തില്ല ഈ കടലിൻ്റെ ആഴവും, 2 അക്കരയ്ക്കുള്ള ഡിസ്റ്റൻസും, 3 അക്കരെ വരെ നീന്താനുള്ള കപ്പാസിറ്റി ഇവർക്കില്ലെന്നും. ഇവരെന്തെന്നറിയും, കയർ ഉപേക്ഷിക്കുന്നവരാണ്. ഇങ്ങനെ കയർ ഉപേക്ഷിച്ചിട്ട്, അതായത് പരിശുദ്ധാത്മാവെന്ന സഹായം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ബുദ്ധിയിലും സ്വന്തം അറിവിലും, പിന്നെ പൊടിക്ക് സാത്താനില്ലെന്ന് പറയാനൊക്കത്തില്ല. കാരണം പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്ന് പറയുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് തള്ളിക്കളയുമ്പോൾ ഏത് സ്പിരിറ്റാണ് നിങ്ങൾ വർക്കിംഗ് ചിന്തിച്ചോണം. അപ്പോൾ അവർ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവർക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം, they have a realization that Jesus came and the church is away. സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള അറിയുന്നു. രണ്ടാമത്തെ കാര്യം എന്നറിയാമോ, അവർ ദൈവത്തോട് കരയുന്നു. God give us one more chance എന്ന് കരയുന്നു. ഇനി ഈ കരച്ചിലിൽ ദൈവം അവർക്ക് രക്ഷപ്പെടാൻ ചാൻസ് കൊടുക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ട് വിശ്വാസം. there is a possibility of them to undergo what is called martyrdom. അതുകൊണ്ട് ഒരുപാട് പേര് രക്തസാക്ഷികളാകാൻ ദൈവം അവർക്ക് അവസരം കൊടുക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോണേ, ആ സമയത്താണ് യഹൂദന്മാരിൽ നിന്ന് 144,000 പേരെ വേർതിരിക്കുന്നത്. 1,44,000 പേരെ വേർതിരിക്കുന്നത്. 1,44,000 പേരെ മുദ്ര വെച്ച് വേർതിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അവർ ഭൂമിയോട് മുഴുവൻ സുവിശേഷം പറയാനാണ്. ദ ഹോൾ വേൾഡിനോട് സുവിശേഷം പറയാനാണ്. എന്ത് സുവിശേഷം പറയാൻ? ഞങ്ങൾക്കോ പറ്റിപ്പോയി, ഞങ്ങളുടെ മെസ്സിയായിരുന്നു, ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയി, നിങ്ങളെങ്കിലും കരഞ്ഞനുദപിക്കെന്ന് പറഞ്ഞ് അവർ ലോകത്തോട് സുവിശേഷം പറയുന്നു. ഇവർ മുദ്ര വെക്കപ്പെട്ടവരായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവരെ തൊടരുത് എന്നുണ്ട്. സാധാരണ ഇവരെ തൊടാനൊക്കത്തില്ല. അതിന് നമുക്ക് വേദോസ്തം തെളിവുണ്ട്. യെഹെസ്കേൽ പ്രവചനത്തിൽ ഇതിനെപ്പറ്റി ഒരു ഫോർടെല്ലിംഗ് ഉണ്ട്. ആ ഫോർടെല്ലിൽ പറഞ്ഞിരിക്കുന്നത്, ഈ നഗരം നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ദൈവസ്ഥാനത്തിൽ കരയുന്ന കുറേ ആൾക്കാരെ കണ്ടു. അപ്പോൾ സംഹാരദൂതൻ വെൺമഴുവുമായിട്ട്
നഗരത്തിലുള്ള മുഴുവൻ മനുഷ്യനെയും, ആണോ പെണ്ണോ ബാലനോ വൃദ്ധനോ നീചനോ മാന്യനോ എന്ന് വ്യത്യാസമില്ലാതെ മുഴുവൻ പേരും തട്ടിക്കളയാൻ പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു നിലയെങ്കി ധരിച്ച് കയ്യിൽ മഷിക്കുപ്പിയും എഴുത്തുകാരൻ്റെ തണ്ടുമായിട്ട് ഒരാൾ മുന്നേ പോകുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? ഈ കരയുന്ന ആളുകളുടെ എല്ലാം തലയിൽ മുദ്രയിടുന്നു. എന്നിട്ട് പുറകെ വരുന്ന സംഹാരദൂതനോട് പറയുന്നു, കാച്ചിക്ക് മുഴുവൻ, പക്ഷെങ്കിൽ അടയാളമുള്ള ഒരുത്തനെയും തൊള്ളരുത്. ഈ കാര്യം എന്താണ്? ഇതൊരു ഫോർടെല്ലിംഗ് ആണ്. എന്തിൻ്റെ ഫോർടെല്ലിങ്? നിങ്ങൾ ശ്രദ്ധിച്ചോണം. യെഹെസ്കേൽ ഇത് പറയുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം ഇസ്രയേലിൽ സംഭവിച്ചിട്ടില്ല. യെഹെസ്കേൽ അന്ന് ഇവിടെയാണ്, ബാബിലോണിലാണ്. ഇസ്രായേൽ മക്കൾ മുഴുവനും ബാബിലോണിലാണ്. അപ്പോൾ നഗരത്തെ സംഹരിക്കരുതെന്ന് പറഞ്ഞ് കരയാൻ ആരും അവിടെ ഇല്ല. ആർ യു ഫോളോയിങ് മീ? നിങ്ങൾക്ക് ഇരിപ്പ് കൊണ്ട് നിങ്ങൾ വളരെ സങ്കടത്തിലാണ്. ആകെപ്പാടെ ഒരു ചില സന്തോഷം കാണും നമ്മുടെ ജോൺ പോൾ പാസ്റ്ററും പിന്നെ നമ്മുടെ അനൂജ് സാറുമാണ്. ഇന്ന് നമ്മുടെ സജി പാസ്റ്റർക്ക് എന്താ പറ്റും? വലിയ സങ്കടത്തിലാണ് സജി പാസ്റ്ററെ. ഇന്നൊരു മൂടൊന്നും ഇല്ലല്ലോ, വലിയ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്താ പറ്റുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓക്കെ, ശ്രദ്ധിച്ചോണേ. അപ്പം യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളമുള്ള ഒരുത്തിനെയും തൊഴരുത് എന്ന് പറഞ്ഞിട്ട് ബാക്കി സംഹരിച്ചു കളയണമെന്ന് പറയുന്ന ആ പ്രവചനം ഒരു എൻഡ് ടൈം പ്രോഫസിയാണ്. എന്തുകൊണ്ട് എൻഡ് ടൈം പ്രോഫസിയാണ്? യെഹെസ്കേൽ ഇത് പറയുമ്പോൾ അവിടെ ആലയമില്ല, യെരുശലേമിൽ ആലയമില്ല. 2, അവിടെ ആളുകളില്ല. 3, അവിടെ താമസമില്ല. 4, അവിടെ ആരും കാര്യമൊന്നുമില്ല. അപ്പോൾ യെഹെസ്കേൽ ആരെ പറ്റി പറയുന്നത്? യെഹെസ്കേൽ പറയുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യത്തെ പറ്റിയാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്നറിയാമോ? ഈ റെഡ് ഹോഴ്സ് എന്ന് പറയുന്നത് യുദ്ധമാണ്. ലോകം മുഴുവൻ 2 തരം യുദ്ധം ഉണ്ടാകും. ഒന്നാമത്തെ യുദ്ധം മനുഷ്യൻ തമ്മിലുള്ള യുദ്ധം. രണ്ടാമത്തെ യുദ്ധം ഈ കരയുന്ന കുറേ ആൾക്കാരില്ലേ? ആരാ കരയുന്ന ഞാൻ പറഞ്ഞില്ലേ? അവർക്കെതിരായിട്ട് എതിർ ക്രിസ്തു റേസ് ചെയ്യുന്ന യുദ്ധം. അവർക്കെതിരായിട്ട് യേശു ക്രിസ്തു റേസ് ചെയ്യുന്ന യുദ്ധം. അപ്പോൾ ഇനി there went out another horse, red horse, and power was given to him that sat thereon to take peace from the earth. അപ്പോൾ ചുമന്ന കുതിരയിൽ ഇരിക്കുന്നവന് അധികാരം കൊടുത്തു. എന്തിനുള്ള അധികാരം കൊടുത്തു? ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ. And they should kill one another, and there was given unto him a great sword. അപ്പോൾ മനുഷ്യന് അന്യോന്യം കൊല്ലുക, മനുഷ്യൻ ചുമ്മാ കൊല്ലുക, അവന് വാളും കൊടുത്തു. അപ്പം ഇതാണ് സെക്കൻഡ് ഹോഴ്സ്മാൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഗ്രാൻഡഡ് ടു the one who sat on the red horse to take peace from the earth. ഈ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാനുള്ള പെർമിഷൻ അവന് കൊടുക്കുക. And that they should kill one another, and there was given unto him great sword. അവന് വാള് കൊടുത്തതാണ്. Then another horse that was red എന്ന് പറയുമ്പം അത് ബ്ലഡ് ഷെഡ് ആണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ കാര്യത്തിൻ്റെ നിവർത്തി കാരണമാണിത് കേട്ടോ. ഈ ജഡ്ജ്മെൻ്റ് എത്ര കൊള്ളണമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൺലി ബി ദ ബർത്ത് പാങ്സ് ആൻഡ് ദ ബിഗിനിങ് പെയിൻ ഓഫ് ഗോഡ്സ് റോത്ത്. ഇത് പ്രസവവേദനയുടെ ആരംഭമാണ്, ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. 1, സംതിങ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, ദാറ്റ്സ് വൈ ദിസ് പെയിൻ. ഇതിന് പിന്നിൽ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പെയിൻ. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് സോ ടെറിബിൾ, സോ ഹൊറിബിൾ, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി, എൻ്റെ ബ്രോക്കൺ മലയാളത്തിൽ അൺസഹിക്കബിൾ എന്ന് പറയാം, സഹിക്കാൻ പറ്റാത്തതാണ്. And the third thing, how does it end? That's a question. How does it end? It ends with something brand new coming out.
ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളുടെ പ്രത്യക്ഷതയോടുകൂടിയാണ് ബർത്ത് പെയിൻ അവസാനിക്കുന്നത്. ഇതാണ് ബർത്ത് പെയിനിൻ്റെ പ്രത്യേകത, ഈ ട്രെഫൈലിൻ്റെ പ്രത്യേകത. മത്തായിയുടെ സുവിശേഷം 24:8, മർക്കോസിൻ്റെ സുവിശേഷം 13:7-8 വരെ, മർക്കോസ് 13:7-8 വരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. We believe this seal represents a great conflagration we may call World War III. ശ്രദ്ധിച്ചോണേ, ഈ ചുമന്ന കുതിര പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നിടത്താണ് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അണിയൊരുക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോണം, മൂന്നാം ലോക മഹായുദ്ധം ഇപ്പം നടക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മുടെ ഇപ്പം സെക്യുലർ വേൾഡിൽ, നമുക്ക് പാസ്റ്റേഴ്സ് പെന്തക്കോസ് വേൾഡ് എടുക്കണ്ട കേട്ടോ, സെക്യുലർ വേൾഡിൽ നിന്ന് മൂന്നാം ലോകമായിട്ട് സംഭവിക്കാൻ പോകുന്നു പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ പത്രങ്ങൾ മുഴുവനും മൂന്നാം ലോക യുദ്ധം വരുന്നു. ബ്രിട്ടനിലാകപ്പാടെ 73,000 പട്ടാളക്കാരേ ഉള്ളൂ. പിന്നെ റഷ്യയിലാണ് അതിനെ കൂടുതൽ പട്ടാളമുണ്ട്. അപ്പോഴാണ് ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നേഴ്സിങ്ങിന് പോയിട്ട് കാര്യമില്ല. നേഴ്സിങ്ങിന് പോയാലും ബ്രിട്ടനിൽ പോകാൻ ചാൻസ് ഇല്ല. പോയാലും അവിടെ ചെല്ലുമ്പോൾ റഷ്യക്കാർ കൊല്ലും. എന്താ ഇനി അങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ കർത്താവ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇറക്കാണ്ട് കഴിഞ്ഞാൽ ഭയങ്കര വിറ്റാണ്, അതിഗംഭീരമായ അടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് സംഭവിക്കും. ഏതാ? തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്ന വലിയൊരു വാർ ക്രൈ ഉണ്ട്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കേൾക്കും. Then the next question, what actually is the third world war? തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്ന ആക്ച്വലി എന്താണ്? അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ആശയക്കുഴപ്പത്തിലാകും. തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ തന്നെ എതിർ ക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് വന്ന് ഒരു ഫോൾസ് പീസ് ലോകം മുഴുവനും ഉണ്ടാക്കിയെടുത്ത് ഈ ഫോൾസ് പീസിനകത്ത് മനുഷ്യന് സമാധാനം ഉണ്ടാകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഹൗ ഡു എക്സ്പ്ലെയിൻ ഇറ്റ്? ഇവിടെ ഇരിക്കുന്ന ആളുകൾ ചിലരൊക്കെ എന്നെയൊക്കെ പ്രായമുള്ളവരാണ്, പക്ഷേ അവർ കേരളത്തിൽ നിന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്നാം നായനാർ സർക്കാരിൻ്റെ കാലം ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഒന്നാം നായനാർ സർക്കാരിൻ്റെ കാലം എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധ ഭരണം കൊണ്ടുവരണമെന്ന. അപ്പം കൈക്കൂലിയുമില്ല, ശുപാർശയുമില്ല, ആരും സെക്രട്ടേറിയറ്റ് ചെല്ലുകയും വേണ്ട, മന്ത്രിയുടെ ആർക്കും പറയാനൊക്കത്തില്ലൊന്നുമില്ല, അഴിമതിയില്ല. അപ്പോൾ അഴിമതി കൊണ്ട് ഉപജീവനം കഴിച്ച ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. ഞാൻ അഴിമതി കാണിക്കണ്ട, പക്ഷെ അഴിമതി ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നത് കേട്ടോണേ. ഒന്ന്, മന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റ് വരണം അതിനു മുമ്പ്. അപ്പോൾ മന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്യണം? ആൾക്കാർ കാറ് പിടിച്ചും വണ്ടി പിടിച്ചും ഒക്കെ ട്രിവാൻഡ്രത്ത് വരണം. ആ കാറുകാരന് പൈസ കിട്ടും. പിന്നെ ഹോട്ടലെല്ലാം ഫുള്ളാണ്, അവന് പൈസ കിട്ടും. ഹോട്ടലിൽ ജോലിക്കാരന്മാർക്കെല്ലാം ശമ്പളം കിട്ടും, കാര്യം ഇഷ്ടംപോലെ പൈസ കിട്ടും. കടക്കാർക്കെല്ലാം, ഈ കൊച്ചു മടക്കടക്ക് അവന്മാർക്കെല്ലാം പൈസ കിട്ടും. അപ്പോൾ എല്ലാവർക്കും പൈസ ഉണ്ട്. അഴിമതിയുടെ പണമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലെത്തുകയാണ്. അപ്പോൾ ഈ താഴത്തെ മുകളിലും മേളത്തെ തൊട്ട് എത്തുക. ഒരു ദിവസം അഴിമതി ഒന്നുമില്ലാതെ, അഴിമതിയില്ലാതെ ഇവർക്കാർക്കും പണിയില്ല. അപ്പോൾ കുഴപ്പമെന്താ? സമാധാന ഭരണം. ഒരു 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 ദുഷ്പ്രവൃത്തിയിൽ എല്ലാം സമാധാനമാണ്, പക്ഷെ മനുഷ്യനിൽ ഒറ്റ കാശില്ല, മനുഷ്യൻ ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എതിർ ക്രിസ്തുവിൻ്റെ പ്രിട്ടൻഡഡ് പീസ് വരുമ്പോൾ എല്ലാവരും സമാധാനം, പക്ഷേ സമാധാനം എന്ന് പറയുന്ന സാധനം ആളുകളുടെ മനസ്സിലില്ല. ഇനിയും ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് അതിൻ്റെ പ്രിലൂഡ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആക്ച്വലി ഈസ് ദ തേർഡ് വേൾഡ് വാർ, അതായത് പറയാൻ പോകുന്നത്. വാട്ട് ആക്ച്വലി ഈസ് ദി തേർഡ് വേൾഡ് വാർ? ആക്ച്വലി തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് സെക്കറിയ പ്രവചനം 38-39 പറയുന്നത് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ശക്തികൾ എവിടെ വരണം? ഇസ്രയേൽ പർവ്വത നിരകളിൽ വരണം. ഇസ്രയേൽ പർവ്വത നിരകളിൽ എന്തിനു വേണ്ടി വരണം? അവർ മോഷ്ടിക്കുന്നതിന് വേണ്ടി, മുടിക്കുന്നതിന് വേണ്ടി,
മാൻ ഹണ്ടിങ്ങിന് വേണ്ടി ഇസ്രയേൽ പർവ്വതനിരകൾ വരണം. ഇനിയും അവരുടെ പിന്നിൽ ഒരു മജോറിറ്റി വേൾഡ് വരണം, നോട്ട് എ മൈനോറിറ്റി വേൾഡ്, ഒരു മജോറിറ്റി വേൾഡ് അവരുടെ പിന്നിൽ വരണം. ഇവിടെ നമ്മളുടെ സോഷ്യോ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് തിരുത്തണം. കാരണം ഈ ചില പതിറ്റാണ്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാനിവിടെ വരുന്ന ആ സമയം വരെ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈ പിന്നെ ശ്രീലങ്കയും എല്ലാം കൂടെ കൂട്ടി പറയുന്നത് മൂന്നാം ലോക രാജ്യങ്ങളെന്നാണ്. ആ ടെർമിനോളജി ഇപ്പം മാറി. ആ ടെർമിനോളജി ഇപ്പം അതിൻ്റെ പേരെന്ന് അറിയാമോ? മജോറിറ്റി വേൾഡ് എന്നാണ്. എന്തുകൊണ്ടാണ് മജോറിറ്റി വേൾഡ് എന്ന് പറയുന്നത്? മജോറിറ്റി ഹ്യൂമൻ ബീങ്സ് അവിടെയാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് നമ്മുടെ അവൈലബിൾ അല്ല, നമ്മുടെ ഈ ഒബ്സലറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്, ഒബ്സലറ്റ് കേട്ടോ, ഇപ്പം ഒബ്സലറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലില്ല, പണ്ടത്തെ ആയിരുന്നു. ഒബ്സലറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് മജോറിറ്റി റിലീജൻ എന്ന് പറയുന്നത് കാതോലിക് റിലീജനാണ്. പക്ഷെങ്കിൽ ഇന്നത്തെ ഈ ഇസ്ലാമിൻ്റെ എക്സ്പാൻഷൻ, ഗ്രോത്ത് അല്ലത് കേട്ടോ, എക്സ്പാൻഷൻ അനുസരിച്ച് വെരി സൂൺ ഓർ ഓൾറെഡി മജോറിറ്റി വേൾഡ് എന്ന് പറയുന്നത് ഇസ്ലാമിക് വേൾഡായി തീരും. അപ്പം മജോറിറ്റി വേൾഡ് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ ഒരു മൈനോറിറ്റി ആയിട്ട് ചുരുങ്ങുകയും മജോറിറ്റി ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയും വരുന്ന യുദ്ധത്തിൻ്റെ സന്നാഹമാണ് തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് വേൾഡ് വാർ എന്തല്ല, ശ്രദ്ധിച്ചോണം. ഒന്ന്, റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വാറല്ല. രണ്ടാമത്തെ കാര്യം, യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലുള്ള വാറല്ല. മൂന്നാമത്തെ കാര്യം, ഈ ഗോഗ് മാഗോഗ് യുദ്ധം, റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ് ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് പറയുന്നു. റോഷ് ഞാൻ പറഞ്ഞ പോലെ റഷ്യ അല്ല. അപ്പോൾ തേർഡ് വേൾഡ് വാർ നമ്മൾ പറയുന്ന ഈ കാര്യത്തിൽ ഇപ്പം ലോകം മുഴുവൻ, ലോകസ്ഥിതികൾ നമ്മൾ മുഴുവൻ നോക്കിയാൽ റഷ്യ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കംപ്ലീറ്റ് കത്തിക്കും എന്നൊക്കെ നമ്മൾ വിളിച്ച് പറയാം. പക്ഷെങ്കിൽ നമ്മൾ ബിബ്ലിക്കൽ ടെർമിനോളജി സൂക്ഷിച്ച് നോക്കിയാൽ, നമുക്ക് അതിന് ഉപോദ്ബലകമായ, അതിന് സപ്പോർട്ടീവായ ഒരു എവിഡൻസും നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ് എതിർ ക്രിസ്തു ഏതാണ്ട് ലോകത്തിൽ സ്വാധീനം വന്ന് ആ റീജിയൻ്റെ ചുമതല തന്നെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ 3 രാജ്യങ്ങൾ അവനെതിരാകും. ആദ്യം 3 രാജ്യങ്ങളും പിന്നെ 10 രാജ്യങ്ങളും. ശ്രദ്ധിച്ചോണം, 3 രാജ്യങ്ങൾ അവനെതിരാകുന്ന സമയത്ത് മാത്രമേ അവൻ്റെ യുദ്ധം അല്ലെങ്കിൽ അധികാരം, വയലൻസ് ഇതൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. 3 രാജ്യങ്ങൾ എതിരാകുമ്പോൾ മാത്രമേ വയലൻസ് ഉപയോഗിക്കുന്നുള്ളൂ. അതുവരെ കണ്ണിങ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് ലാസ്റ്റ് സ്റ്റേജിൽ, എപ്പോഴും പറയാനുള്ള പോലെ ലാസ്റ്റ് സ്റ്റേജിൽ ചില സംഭവങ്ങൾ സംഭവിക്കും. അതൊക്കെ സംഭവം: 1, മൃഗത്തിൻ്റെ പ്രതിമ യെരൂശലേം ദേവാലയത്തിൽ വരുന്നത്; 2, താനാണ് ദൈവം എന്ന് പ്രഖ്യാപിക്കുന്നത്; 3, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. ഇത് 3 എപ്പോഴാണ് സംഭവിക്കേണ്ടത്? ഇത് 3 സംഭവിക്കേണ്ടത് മഹോദരകാലത്തിൻ്റെ 2ാം പകുതി തുടങ്ങുമ്പോഴാണ്. അപ്പം മഹോദരകാലത്തിൻ്റെ 2ാം പകുതി തുടങ്ങുമ്പോൾ നമ്മൾ എവിടെയാണ്? ഞാനിപ്പോൾ നിർത്താൻ പോവാം. നമ്മളെവിടെയാണ്? നമ്മൾ സ്വർഗത്തിൽ കുഞ്ഞാടുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ഇരിക്കാൻ പോവാം. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ഇരിക്കുമ്പം സംഭവിക്കുന്ന പ്രധാന കാര്യം എന്താ? ശ്രദ്ധിച്ചോണം. ഇതൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അറിവിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി തൻ്റെ പെസഹ ആചരിക്കുമ്പോൾ 4 പ്രാവശ്യം കുടിക്കേണ്ട കപ്പ് 3ാമത്തെ കപ്പെടുത്ത് വാഴ്ത്തി. അതേതിൻ്റെ? വീണ്ടെടുപ്പിൻ്റെ കപ്പാണ്. വീണ്ടെടുപ്പിൻ്റെ കപ്പ് വാഴ്ത്തിയിട്ട് പറഞ്ഞു, നൗ യു കണ്ടിന്യൂ ദിസ്. ഈ വീണ്ടെടുപ്പിൻ്റെ കപ്പ് നിങ്ങൾ തുറന്നു വേണം. 4ാമത്തത് യഖാഗിൻ്റെ, ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്ന സഭയെ വിവാഹങ്ങളിൽ വേളി കഴിക്കുമ്പോൾ അന്ന് കുടിക്കേണ്ട കപ്പാണ്. അത് നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് വരും.
പിതാവിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ നിങ്ങളോടുകൂടി അന്ന് ഞാൻ ആ കപ്പ് കുടിക്കും, അതുവരെ ഞാൻ കുടിക്കത്തില്ലെന്ന് പറയും. ശ്രദ്ധിച്ചോണം, മഹോദരകാലത്തിൻ്റെ പകുതി കഴിഞ്ഞ് കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മളും ദൈവകുഞ്ഞാടുമായിട്ട് 4ാമത്തെ കപ്പ് ഉയർത്തി നമ്മുടെ വിവാഹ ആഘോഷം നടത്തുമ്പോൾ അറ്റ് ദ സെയിം ടൈം നേരെ ഓപ്പോസിറ്റായിട്ട് ഭൂമിയിൽ എന്തോ സംഭവിച്ചു? ഇവിടെ ഒരു അഭിഷേകം നടന്നു. ആരഭിഷേകം നടന്നു? സാത്താൻ എതിർ ക്രിസ്തുവിനെ ഭൂമിയുടെ ദൈവമായിട്ട് അഭിഷേകം ചെയ്യും. യെരുശലേം ദേവാലയത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത പ്രതിഷ്ഠിക്കുകയും കൊണ്ടുവരികയും ചെയ്തിട്ട് എതിർ ക്രിസ്തുവിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിച്ച് എതിർ ക്രിസ്തുവിൻ്റെ സാത്താൻ്റെ ഫുൾ ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് തേർഡ് വേൾഡ് വാർ എന്ന് പറയുന്ന റിയൽ മാനിഫെസ്റ്റേഷൻ. തേർഡ് വേൾഡ് എന്ന് പറയുന്ന റിയൽ മാനിഫെസ്റ്റേഷൻ അന്നേരമാണ്. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഇതിനെ അനുകൂലിക്കാത്തതിനെ സമ്മതിക്കാത്തതായ ഇസ്രയേലിനെ തുരത്തുന്നതിന് വേണ്ടി, ഈ ഗോഗ് മാഗോഗ് യുദ്ധത്തിന് വേണ്ടി ഇവർ ഇസ്രയേൽ നിരകൾ വരുന്നത്. നമ്മൾ ജിയോഗ്രാഫിക്കൽ നോക്കിയാൽ ഇവർ വരുന്നത് റഷ്യയിൽ നിന്നല്ല. അതിന് യാതൊരു ജിയോഗ്രാഫിക്കൽ എവിഡൻസും എറ്റിമോളജിക്കൽ എവിഡൻസും ഹിസ്റ്റോറിക്കൽ എവിഡൻസും ബിബ്ലിക്കൽ എവിഡൻസും ഇല്ല. പിന്നെ എന്തിന് നമ്മളങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ റീസണേ ഉള്ളൂ. ദൈവസംബന്ധമായ കാര്യങ്ങൾ, പ്രവചന സംബന്ധമായ കാര്യങ്ങൾ നമ്മളെ തെറ്റിപ്പിക്കുക എന്നുള്ള സാത്താൻ്റെ പേർപ്പസാണ്. ആ പേർപ്പസിന് വേണ്ടി സാത്താൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ രണ്ടാമത്തെ കുതിര വന്നതോടുകൂടി ഭൂമിയിൽ വാർഫെയർ ആരംഭിക്കുക. ഈ 3ാമത്തെ കുതിര എന്ന് പറയുന്നത് കറുത്ത കുതിരയാണ്. ആ കറുത്ത കുതിര എന്ന് പറയുന്നത് അത് മുഴുവൻ പെസ്റ്റിലൻസ് ആൻഡ് പ്ലേഗാണ്. ഈ പെസ്റ്റിലൻസ് ആൻഡ് പ്ലേഗും അതിനുശേഷം ഭൂമി എങ്ങനെ ബലഹീനമാകുന്നു. മഞ്ഞക്കുതിര. ഈ മഞ്ഞക്കുതിര എന്ന് പറയുന്ന സാധനത്തെ ഞാൻ ഓടിച്ച് പറയുന്നത് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ പിന്നെ വരുന്നുണ്ട്, നമ്മൾ സമയത്ത് പോകേണ്ട. ഈ മഞ്ഞക്കുതിര എന്ന് പറയുന്ന സാധനത്തെ ഗ്രീക്കിൽ അതിനെ പച്ചക്കുതിര എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗ്രീക്കുകാരനോട് പച്ചക്കുതിര എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു? മനസ്സിലായി? ഗ്രീക്കുകാരോട് പച്ചക്കുതിര എന്ന് ആര് പറഞ്ഞു? എന്തോ ചെയ്യും. എൻ്റെ സ്വതസിദ്ധമായ ഹ്യൂമർ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്. ഒരുത്തൻ വാഴയ്ക്ക കണ്ടു, അവൻ വിചാരിച്ച് വഴുതനങ്ങയാണെന്ന്. അവൻ വഴുതനങ്ങ എന്ന് പറഞ്ഞത് വാഴയ്ക്ക വഴുതനങ്ങയാവും ഇല്ലേ? നമുക്ക് വിശുദ്ധ എബ്രായ ഭാഷയിൽ യോഹന്നാനിൽ കൂടെ പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് എഴുതി തന്ന ആ ഭാഷയിൽ അത് മഞ്ഞക്കുതിരയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അത് പെയിൽ അല്ലെങ്കിൽ ബലഹീനമെന്നാണ്. എന്ന് പറഞ്ഞാൽ ബൈ ദ ടൈം ഈ 3 കുതിരകളുടെ 3 ആക്രമണം കഴിഞ്ഞപ്പോഴേക്ക് ചെറുത്തുനിൽപ്പിൻ്റെ സ്ട്രെങ്ത് മനുഷ്യന് നഷ്ടമാകുന്നു. ചെറുത്തു നിൽക്കാനുള്ള അതുവരെ മനുഷ്യൻ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെറുത്തുനിൽപ്പിൻ്റെ സ്ട്രെങ്ത് നഷ്ടമാകുന്നു. ചെറുത്തുനിൽപ്പിൻ്റെ സ്ട്രെങ്ത് നഷ്ടമാകാൻ കാരണം അതിന് മുമ്പുള്ള കറുത്ത കുതിര വരുത്തിയ വിനകളാണ്. കറുത്ത കുതിരയുടെ പുറത്തിരിക്കുന്ന ആൾ എന്തെല്ലാം വിനകളാണ് വരുത്തിയത്, ആ വിനകളെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അതാണ് വീണ്ടും നമുക്ക് ഭൂമിയിൽ ദൈവസഭ ഉണ്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കാനുള്ള കാരണങ്ങളെപ്പറ്റി പറയുന്നത്. വെൽ, മൈ ടൈം ഈസ് റണ്ണിങ് ഔട്ട്. ഐ ന്യൂ ദാറ്റ് ഐ വാസ് എ ലിറ്റിൽ സ്ലോ ടുഡേ ബിക്കോസ് ഇന്ന് സ്ലോ ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കുറേ കൂടെ ഫാസ്റ്റായിട്ട്, കാരണം ഇനി ക്രോധ കലശങ്ങൾ വരുന്നുണ്ട്, ക്രോധ കാഹളങ്ങൾ വരുന്നുണ്ട്. ക്രോധ കാഹളങ്ങളും ക്രോധ കലശങ്ങളും കൂടി 7 മുദ്ര തീർന്നു കഴിയുമ്പോഴേക്ക് നമുക്ക് ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആദ്യം സ്ലോ ആണമായിരുന്നു. സോ ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് ഹിയർ നൗ. നമ്മളിനി അടുത്ത ക്ലാസ് പറയാൻ പോകുന്നത് കറുത്ത കുതിര വരുത്തിയ നാശങ്ങളും അത് കാരണം ബലഹീനമാകുന്ന ഭൂമിയെ പറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, അത് ഇസ്ലാമിൻ്റെ ഭരണം എന്നുള്ള അല്ല. അങ്ങനെ ഇസ്ലാം ഇതുവരെ ലോകത്തെ ഭരിച്ചിട്ടില്ല. ഒരു വലിയ ഭാഗം അവരുടെ കയ്യിലായിരുന്നുള്ള ശരിയാണെങ്കിലും ഗ്ലോബ് ഇസ്ലാം ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ്. ഈ കാഹളം ധ്വനിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് രക്ഷിക്കപ്പെടുന്നവർക്ക് എടുക്കപ്പെടുമോ? കാര്യം അവരുടെ ജഡസ്വഭാവങ്ങളും എല്ലാം മാറ്റി രൂപാന്തരപ്പെടാൻ അവർക്ക് സമയം കിട്ടുമോ? അങ്ങനെയുള്ളവരെ കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കുവോ? That's a good question.
നമുക്ക് ചില ആൻസറുകൾ നമുക്ക് അസ്യൂം ചെയ്യാം, കുഴപ്പമില്ല. ചില നമ്മൾ ഒരു അസ്യൂം ചെയ്തുകളില്ല, നമുക്ക് അത് അടി കിട്ടും, നമുക്ക് അനുവാദമില്ല. കാരണം അതിനകത്ത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എൻ്റെ ദൈവമേ, ഞാൻ പാപിയായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങ് രക്ഷകനാണെന്ന്. ഒരു മിനിറ്റ് മതി, അവനെ കൈവിടാൻ വചനം അനുവദിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒറ്റ കാരണം രക്ഷിക്കപ്പെടും. ഇപ്പം ഞാൻ പാസ്റ്റർക്ക് ഒരു എൻകറേജ്മെൻറ്റ് തരാം. നമ്മൾ ഒരുപാട് പേരുടെയും കുടുംബക്കാർ, നമ്മുടെ ഫുൾ ഫാമിലിയെ രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്ത് വന്നിട്ടില്ല. എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ 2 ഫാമിലിയിൽ ഒരു നല്ല ഭാഗം രക്ഷിക്കപ്പെട്ട ദൈവഭാഗത്ത് വന്നിട്ടുള്ളവരല്ല. നമ്മുടെ പ്രാർത്ഥന അവരുടെ മേലുണ്ട്. ചിലർക്ക് മരിക്കുന്നതിന് 1 മണിക്കൂർ അല്ല 1 മിനിറ്റ് മുമ്പ് വരെ ഒരു മാനസാന്തരം ഉണ്ടാകും. അപ്പം എൻ്റെ ദൈവമേ ഇതൊരു വിളിയുണ്ടല്ലോ, ആ വിളിയിൽ അവർ നരകം ഒഴിഞ്ഞു മാറും. പിന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കൊരുപാട് പോർട്ട്ഫോളിയോ ഫില്ലപ്പ് ചെയ്യാനുള്ള നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, അതൊക്കെ നമ്മൾ ഒത്തിരി മുമ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ, ആ പോർട്ട്ഫോളിയോയിൽ വരുന്നില്ല. അവരവിടെ കുറവുള്ളവരെ കാണും. അതുകൊണ്ടാണ് യഹോവഭക്തന്മാരെ വലിയവരും ചെറിയവരും എന്ന് പറയുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന വലിയ പ്രതിഫലങ്ങളുണ്ടോ, അതൊന്നും അവർ കിട്ടത്തില്ല, കാരണം അതിനുള്ളതൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ആത്മരക്ഷ എന്ന് പറയുന്നത് അവർക്ക് ഡിനേ ചെയ്യാൻ വചനത്തിൽ പ്രമാണമില്ല. ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു കാര്യമാണ്, മരിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് നമുക്ക് വിളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഒരാൾ ചിന്തിച്ചു പോയെങ്കിൽ അപകടം കേട്ടോണേ. ദൈവം മാനസാന്തരത്തിൻ്റെ ആത്മാവിനെ കൊടുത്തെങ്കിൽ മാത്രമേ വിളിക്കാനൊക്കത്തുള്ളൂ. കാരണം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രൻ്റെ അടുത്ത് വരാൻ കഴിയത്തില്ല. പിതാവ് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റ് വെച്ച് ഇങ്ങനെ ആകർഷിക്കുന്നതല്ല. പിതാവ് സ്പിരിറ്റ് ഓഫ് റിപ്പൻറ്റൻസിനെ അയക്കും. സ്പിരിറ്റ് ഓഫ് റിപ്പൻറ്റൻസിനെ അയച്ചു കഴിയുമ്പോൾ മാത്രമേ ഒരാൾ റിപ്പൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പുണ്ടല്ലോ, അതിനു മുമ്പ് ഇങ്ങനെ തോന്നിവാസം നടക്കരുത്. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു സ്നേഹിതന് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. പുള്ളി എന്ന് പറഞ്ഞാൽ മർത്തോന്മാർ വലിയ അച്ചാനാണ്, പള്ളിപ്രമാണിയും ഇച്ചിരേറ്റവും കൂടെ പൈസ ഉള്ള അച്ചാനാണ്. അച്ചാനെ സംബന്ധിച്ചോളം ഈ സ്നാനപ്പെട്ട് മർത്തോമാർ പെന്തക്കോസ്തിൽ പോകുന്ന കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പുള്ളിയുടെ ബിസിനസ്, പുള്ളിയുടെ സ്റ്റാറ്റസ്, പുള്ളിയുടെ ജോലി, പുള്ളിയുടെ വലിയ കെട്ടിടങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പെന്തക്കോസ്ത് പോകുന്നത് തെറ്റാണ്. അവസാനം വല്ലാതെ ദീനം വന്നു, ഒരു രക്ഷയില്ലാതെ രോഗം വന്ന് മരിക്കുമെന്നായപ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് സ്നാനപ്പെട്ടു. എന്നിട്ട് കർത്താവേ, എന്നെ ഇതിനങ്ങ് രക്ഷിക്കാമെങ്കിൽ ഞാൻ ഒരുപാടടുത്ത് പോയി നിൻ്റെ സാക്ഷി പറയാമെന്ന് പറഞ്ഞു. നിൻ്റെ സാക്ഷി ഇല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും. ഇപ്പോൾ ഈ സ്നാനപ്പെട്ടതും സാക്ഷി പറയാമെന്ന് പറഞ്ഞതൊക്കെ ദൈവസ്നേഹം കൊണ്ടാണോ? അല്ലല്ലോ. പിന്നെന്തിനാ? കുറച്ചാളുടെ ജീവിക്കണം, ഒത്തിരി പൈസ ബാങ്കിൽ കിടക്കുന്നു, ബാങ്കിൽ ഒത്തിരി രൂപ കിടക്കുന്നത് കളച്ചിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ കളിപ്പിക്കുന്നവരാണ്. ഈ ദൈവത്തെ കളിപ്പിക്കുന്ന മാനസാന്തരവും ദൈവത്തെ കളിപ്പിക്കുന്ന സ്നാനവും മനുഷ്യൻ്റെ ഹൃദയത്തിന്, അവൻ്റെ ചിന്തകളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ ആരെ വിളിക്കണ്ടെന്ന്. That is my answer. Okay. Thank you, Pastor. Thank you. Nice answer. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. Yes. ഒരു ക്വസ്റ്റ്യൻ. സാറ് പറഞ്ഞു ഇനി 4ാമത്തെ കപ്പ് സ്വർഗത്തില്, അത് എനിക്കതിന്റെ ഈ മേശമേൽ വെക്കുന്ന യഹൂദന്റെ ആചാരപ്രകാരം 4 കപ്പ് വെക്കും. ആ കപ്പിനെ കുറിച്ചാണോ പറഞ്ഞത്? അതോ പിന്നെ മരുഭൂമിയിലെ ആദ്യം അവര് യാഗം കഴിച്ചപ്പോൾ അവര് പെസഹ ആചരിച്ചു, അത് കഴിഞ്ഞ് ദേവാലയത്തിൽ ആചരിച്ചു, അത് കഴിഞ്ഞ് യേശുക്രിസ്തു 3ാമത്തെ അല്ലെങ്കിൽ കപ്പെടുത്തു, ഇതെന്റെ ശരീരമാകുന്നു, അതാണോ ഉദ്ദേശിച്ചത്? ഒന്ന് വിശദീകരിക്കണം. ഒരു രക്ഷയില്ല. കാര്യം വെച്ചാല് അത് യഹൂദന്റെ പെസഹ പെരുന്നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കുത്തിയിരുന്ന് പഠിക്കണം. അത് ഞാൻ പഠിപ്പിച്ച ഭാഷ എവിടെ ആയിരുന്നു? എന്നിട്ട് യഹൂദൻ്റെ പെസഹ പെരുന്നാളിൽ നിന്ന് നമ്മുടെ തിരുവത്താഴം എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള പഠിക്കണം. അത് ഞാൻ എത്ര ദിവസം കൊണ്ട് പഠിച്ചു? അല്ല കയറ്റിയാൻ പാഷ പോയോ? പാഷയോട് ചോദിച്ചേക്ക് എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചത്? അന്നേരം എല്ലാം പാഷ പമ്മി ഉഴപ്പി നടന്നു. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് കതിരെ കൊണ്ട് വളം വെക്കുന്ന മാതിരി ഇതിങ്ങനെ ഈ ക്ലാസ്സിൽ പറയാൻ പറ്റുന്ന വിഷയമാണത്. അതുകൊണ്ട് ആ ടോപ്പിക്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കയറണം. ഞാൻ പറഞ്ഞത് ഏത് ക്ലാസ്സാണ്? ആ ക്ലാസ്സിൽ കയറി നിന്ന് അത് മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ ഈ സംശയം ഉണ്ടാകത്തില്ല. നിർഭാഗ്യവശാൽ ഈ 4 കപ്പും
അതിൽ മൂന്നാമത്തെ കപ്പാണ് നമ്മൾ വാഴ്ത്തുന്നതെന്നും നാലാമത്തെ കപ്പിന് സ്വർഗത്തിലാണെന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയില്ലാതാണ് നമ്മുടെ അച്ഛന്മാർ വാഴ്ത്തുന്നു 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 വിളിച്ച് പറയുന്നത്. കണ്ടല്ലോ, അത് നമ്മുടെ കുഴപ്പമാണ്. അപ്പം നമുക്ക് ആ വിഷയം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പാസ്റ്റ് കയറി കഴിയുമ്പോൾ സംശയം കംപ്ലീറ്റ് മാറും. ഓക്കെ, താങ്ക് യു. Okay. ഒരു സിസ്റ്റർ ക്വസ്റ്റ്യൻ ചോദിക്കാം. കഴിഞ്ഞ ആഴ്ച ആരാ ചോദ്യം ചോദിക്കുന്നത്? അയ്യോ, ക്ലിയർ ആകുന്നില്ലല്ലോ. അയ്യോ, ക്ലിയർ ആകുന്നില്ല. എനിക്ക് ക്ലിയർ ആകും. സുമിത ഒന്ന് ക്ലിയർ ആയി കൊടുത്തു. ഹലോ Sister, there is a very poor connection. Mom, there is a very poor connection. I can't hear. Pastor Saji, you have a very poor connection. We cannot hear you. Pastor Saji, there is a poor connection. We cannot hear you. ഇനി ആരാണ്? നമ്മുടെ കേൾക്കാമോ? റീജ ഫിന്നിക്ക് ഒന്ന് കൊടുത്ത്. റീജ ഫിന്നി കിട്ടുമെന്നുണ്ടെങ്കിൽ കാര്യം. അത് കഴിഞ്ഞിട്ട് ജേക്കബ് ജോൺ പാസ്റ്റർക്ക് വരാം. അത് കഴിഞ്ഞ് ഇവാഞ്ചലിസ്റ്റ് സ്റ്റാൻഡിലേക്ക് വരാം. ഹലോ. യെസ് റീജ, യു ആർ കണക്റ്റഡ് നൗ. താങ്ക് യു സർ. ആക്ച്വലി ഒരു കാര്യം ചോദിക്കാനുള്ള സാറ് മഹോത്തരകാലത്ത് ഈ ആൾക്കാർ പ്രിസർവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴേ ഒരു ജൂസില് 2/3 ഓഫ് ദ പീപ്പിൾ മരിച്ചു പോകുന്നു പറഞ്ഞില്ലേ? അപ്പോ മറ്റേ ശതമാനം പ്രിസർവ് ചെയ്യുന്നു പറഞ്ഞില്ലേ? അപ്പോ ആ ആൾക്കാർ തന്നെയാണോ 1,44,000 പീപ്പിൾ, അതോ വേറെയാണോ? ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവര്, മരിക്കുന്നവരല്ല. മരിക്കുന്നവർ മരിച്ചുപോയി. അല്ല, ഈ 1,44,000 പീപ്പിൾ പെടുവോ മറ്റേ ആ പ്രിസർവ് ചെയ്യുന്നു പറഞ്ഞവര്? യെസ് പിന്നെ അവർ പെടുന്നതായോ? അല്ല പിന്നെ എന്താ പ്രിസർവേഷൻ ആണ്? ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഇനി നമ്മുടെ ജേക്കബ് ജോൺ പാസ്റ്റർ ആണ്. പ്ലീസ് അൺമ്യൂട്ട് പാസ്റ്റർ ജേക്കബ് ജോൺ. സാറേ സ്തോത്രം. 6-ാം അധ്യായം 3-ാം വാക്യത്തില് സാറ് പറഞ്ഞു തന്നത് യോഹന്നാനോട് പറയുന്നു വരിക, പിന്നെ അത് കാണുക. അപ്പൊ പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് യോഹന്നാനോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് സംശയപ്പെട്ടു പെട്ടെന്ന് അവിടെ കേട്ടായിരുന്നു. ദയവായിട്ട് അതൊന്നുകൂടെ വ്യക്തമാക്കാനായിട്ട് പറ്റും. യോഹന്നാനോട് വരിക, കമാൻസ് എന്ന് പറയുന്നു. യോഹന്നാൻ സഭയുടെ പ്രതിനിധിയാണ്. അതിൻ്റെ അർത്ഥം നമ്മളോട് പറയുന്നതാണ്. നമ്മൾ അന്ന് അവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ തൂലികയിൽ കൂടെ കാണുന്നത്, ത്രൂ ഹിസ് പെൻ. അന്ന് യോഹന്നാൻ കണ്ടതുപോലെ നമ്മൾ കണ്ണിൽ കൂടെ ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണും. ക്ലിയർ ഇനഫ്? ഓക്കെ. ഇനി ആരായിരുന്നു? ഇവാഞ്ചലിസ്റ്റ് സ്റ്റാൻലി. സ്റ്റാൻലിയുടെ ചോദ്യമുണ്ട്. പ്ലീസ് അൺമ്യൂട്ട് ഇവാഞ്ചലിസ്റ്റ് സ്റ്റാൻലി. സാറേ, എൻ്റെ ചോദ്യം, അതായത് ഈ സഭ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ശേഷിക്കുമല്ലോ. ഒരുപാട് ആൾക്കാർ ശേഷിക്കും. ഓക്കെ. അതില് രക്തസാക്ഷികളാകുന്ന കുറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം അവരുടെ ഉയിർപ്പ് എങ്ങനെയായിരിക്കും? അവരുടെ പ്രതിഫലം, അവർക്ക് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടാവുമോ? കാരണം സഭ എടുക്കപ്പെട്ട് സഭ സ്വർഗത്തിലായിരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ന്യായവിധി നടക്കുന്നുണ്ടല്ലോ, അതായത് പ്രതിഫലം വിഭാഗിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളാകുന്നത് കൊണ്ട് ഇവർക്ക് എങ്ങനെയായിരിക്കും ഇവരുടെ പ്രതിഫലം വരുന്നത്? നമ്മൾ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ പാസ്റ്റർ ചോദ്യത്തിന് ഞാൻ ഇപ്പം മറുപടി പറയാം. നമ്മൾ 2-3 ക്ലാസ് കഴിഞ്ഞാൽ അവിടെ വരത്തുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ മറുപടി പറയാം. ഒന്ന്, ഇവര് തലഛേദിക്കപ്പെട്ടവരും ഒക്കെയാണ്. ഇവരുടെ ആത്മാക്കൾ നേരെ സ്വർഗത്തിൽ പോവുകയാണ്. അവിടെ ചെല്ലുന്നതിന് അവിടെ ഒരു ആലയമുണ്ട്. ആലയത്തിനോട് കണ്ട് അവിടെ പോയിരുന്നോളം പറയും. അവിടെ നിന്ന് കരയാൻ പറയും. അവരവിടെ പോയിരുന്ന് കരയാണ്. അവർക്ക് എന്തില്ല? ഇനി പ്രതിഫലവുമില്ല, കുഞ്ഞാടിന് മണവാട്ടിയുമല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർ രക്തസാക്ഷികളായതുകൊണ്ട് അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട്. മണവാലും പോകുന്നിടത്തൊക്കെ അവർക്ക് കൂടപ്പാം, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർക്ക് അനുഗമിക്കാം.
പക്ഷേ അവർ കുഞ്ഞാടിൻ്റെ മണവാട്ടിയല്ല, അവർക്ക് പ്രതിഫലവുമില്ല. രക്തസാക്ഷികളായിരുന്നുള്ള റെസ്പെക്റ്റ് ഉണ്ട്. അതാ വെളിപ്പാട് ഇവർ പറയുന്നത്. താങ്ക് യു. ഓക്കെ, വെൽക്കം. ഇനി നമുക്ക് ഡിസ്കണക്റ്റ് ആയ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ചോദിച്ചു കൂടെ അങ്ങ് കണക്ഷൻ പോയായിരുന്നല്ലോ. Who was it, that sister who tried to ask me question but the connection was very poor? Can you please give a hand symbol once again? No hand symbol. Okay. That was Pastor Saji Amburi. But right Who now, was? Thampan Varghese wants to ask. Who was? Pastor Saji, can you please connect Pastor Saji, because he's trying to ask question and Tamban Varghese from New Delhi. Tamban Varghese from New Delhi. Oh, എൻ്റെ കർത്താവ്, ബഹുത്ത് ബഡ ആദ്മി. പറ. Praise the Lord. Praise the Lord. അതെ, Praise the Lord. Praise the Lord. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ എല്ലാ സുവിശേഷങ്ങളും മിക്കവാറും സുവിശേഷങ്ങളിലുള്ള ഒരു ശീതകാലം എന്നൊരു ഉദ്ധരണിയുണ്ട്. ശീതകാലം. എന്നാൽ നിങ്ങൾ ഇത് മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 20 ആണ്. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. നമ്മളോട് ബന്ധപ്പെട്ടല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ശീതകാലത്തിനുള്ള പ്രത്യേകത എന്താണ്? അതെന്തിനാണ്? ശീതകാലത്തിന് പ്രത്യേക ഡൽഹി താമസിക്കുന്ന ഭാഷക്കാർ ഇതിൽ പിന്നെ അറിയാം, അതെനിക്കറിയാം. ആണല്ലോ. അതിനപ്പുറം വേറൊരു പ്രത്യേകതയില്ല. എന്നിട്ട് കർത്താവ് പറയുന്ന കാര്യമല്ലേ, അപ്പം നമ്മുടെ തണുപ്പിനെ കുറിച്ചാണോ എന്നുള്ളതാണ്. കർത്താവ് പറയുമ്പോൾ അതിന് വെറും തണുപ്പായിട്ടല്ല വരുന്നത്. അല്ല, കർത്താവ് പറയുന്നത് വെറും തണുപ്പായിട്ട് കേട്ടോണേ. ഓക്കെ. കർത്താവ് പറഞ്ഞത് സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്ന ഒരു സമയം ഉണ്ടാവും. ഓക്കെ. അതെന്താ ഉണ്ടായത്? 132 AD തുടങ്ങിയിട്ട് 135 AD കംപ്ലീറ്റ് ഇസ്രായേൽ നശിച്ചു. ഓക്കെ. അത് കാണുമ്പോൾ വീടിന്റെ മണ്ടയ്ക്കിരിക്കുന്നവൻ താഴെ പുതപ്പെടുക്കാൻ ഇറങ്ങരുത്, അവിടുന്ന് ഓടിക്കണം. വയലിലിരിക്കുന്നവൻ വീട്ടിൽ വന്ന് എന്തെങ്കിലും സാധനം എടുക്കാൻ പോകാൻ അവിടുന്ന് പോയിക്കോണം. ആ ഓട്ടം നിങ്ങളുടെ ജീവൻ മാത്രം കൈപ്പിടിച്ചുകൊണ്ട് ഓടുക. അത് ശബത്തിലായാൽ നിങ്ങൾക്ക് 2000 മുഴമേ ഓടാൻ പെർമിഷനുള്ളൂ. അതുകൊണ്ട് ആ ദിവസം ശബത്താകരുത്. ശീതകാലമായാൽ തണുപ്പത്ത് ഓടാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അന്ന് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഏത് ഗർഭിണി എങ്ങനെ ഓടും? മുലകുടി കൊച്ചിനെടുത്തിട്ട് എങ്ങനെ ഓടും? അത് 135 AD നിവർത്തിയായ പ്രവചനമാണ്. അന്ത്യകാലത്തോട് ബന്ധപ്പെട്ട് വരുന്നില്ല. ഫുൾഫിൽഡ്, തീർന്നു. ഇനി പാസ്റ്റ് അതിനെപ്പറ്റി ഓടുന്നതിന് ശ്രമിക്കുകയേ വേണ്ട, ധൈര്യമായിട്ടിരുന്നു. സാറേ ചോദിക്കാമോ? ഏതായാലും കോവില് പിന്നല്ല നോക്ക്. കഴിഞ്ഞ വേണ്ട മിണ്ടാതിരുന്നു. അപ്പൊ കൃപയാ ചുപ്പ് രഹിയേ, കാരണം ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ലൈൻ നമുക്ക് ചെറിയ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. സജി പാസ്റ്റർ പറയുന്നത് കേൾക്കത്തില്ല. പിന്നെ ലൈനിന്റെ പ്രോബ്ലം, കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമ്മുടെ ഏതാണ്ട് കട നമുക്ക് പൂട്ടാറായി അല്ലേ പാസ്റ്ററെ? കുഴപ്പമില്ല. ആർക്കെങ്കിലും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരുപാട് പേര് ഇനി ചോദിച്ചിട്ട് എന്നാ കാര്യം നൽകി ചിന്തിക്കുന്നത്. ഇനി സാക്ഷികളൊക്കെ ഉണ്ടെന്ന് ആവശ്യം ഇല്ല. സാറേ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ? ആരാ? ഞാൻ സുരേഷാണ്. സുരേഷ്, ചോദിച്ചാട്ടെ. സാറേ, ഈറ്റുനോവിന്റെ ആരംഭത്തെ കുറിച്ച് പറഞ്ഞപ്പോ 4 കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. Something has already happened in the past, so horrible, how does it end? 4ാമത്തെ ഒന്ന് പറയാമോ? എഴുതിയെടുക്കാൻ പറ്റിയില്ല. ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്, 4 കാര്യമല്ല. 1, സംതിങ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. 2, എ ഹൊറിബിൾ പെയിൻ. 3, സംതിങ് ആബ്സല്യൂട്ട് ബ്രാൻഡ് ന്യൂ ഈസ് ഗോയിങ് ടു കം. ഈ 3 കാര്യങ്ങളാണ് ഈറ്റുനോവിന്റെ പ്രത്യേകത. താങ്ക് യു.
വായനകൾ എഴുതിയെടുത്ത് കഴിഞ്ഞില്ലയോ? പിന്നെ അല്ല. ഗ്രേറ്റ്. ഓക്കെ. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച സെയിം ടൈം, സെയിം പ്ലാറ്റ്ഫോം, സെയിം പാസ്വേഡ്, സെയിം ID, ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത കുതിരയെക്കുറിച്ചുള്ളത് പഠിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ചോണം, താങ്ക് യു. പാസ്വേഡ് ID മാറുന്നില്ല. ഇനി ഞങ്ങൾ ആർക്കും അയച്ചു തന്നില്ലെന്നുള്ള പരാതി ഉണ്ടാകരുത്. നിങ്ങൾ ഉള്ളത് മറ്റുള്ളവർക്ക് അങ്ങ് അയച്ചു കൊടുത്ത് അവരെ കൂടെ വിളിച്ചുകൊണ്ടെങ്കിൽ വന്നേച്ചാൽ മതി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. താങ്ക് യു. നിങ്ങൾക്ക് കഴിയുന്നതും ആൾക്കാരെയൊക്കെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.